പറയുകയാണ്, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. ക്രിസ്തുവും നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അനേകരുടെ എന്ന പദം നമുക്ക് മാറ്റിവെക്കാം, എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി ക്രിസ്തു അർപ്പിക്കപ്പെട്ടു. സ്തോത്രം. ആദ്യം പറയുന്നത് അർപ്പിക്കപ്പെട്ടു എന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വിൽഫുള്ളി ആള് സമ്മതിച്ചുകൊണ്ട് അതിലേക്ക് നടന്നു കയറുകയാണ്, ആ യാഗത്തിലേക്ക് നടന്നു കയറുകയാണ്. എന്തിന്? എന്നെയും നിങ്ങളെയും ന്യായവിധിയിൽ നിന്ന് വീണ്ടെടുക്കാൻ, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ, ശിക്ഷാവിധിയിൽ നിന്ന് വീണ്ടെടുക്കാൻ, മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ആ ക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെടുകയാണ്. നമ്മൾ അതിനൊക്കെ തയ്യാറാവോ ദൈവമക്കളെ? ഒരാൾക്ക് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാവോ? ചിലപ്പോൾ രക്തം കൊടുക്കാനൊക്കെ തയ്യാറാവുമായിരിക്കും കേട്ടോ. എൻ്റെ ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന സഹോദരൻ, അയാള് കരളും കൊടുത്തു. കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഒരാളിന് കരൾ വേണമെന്ന് പറയുന്നു. അയാൾ രക്ഷിക്കപ്പെടാത്ത ഒരാളാണ്. എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരാളിന് ഇങ്ങനെ കരൾ വേണം, അയാൾക്ക് 35 വയസ്സേ ആയിട്ടുള്ളൂ, അപ്പൊ കരൾ കൊടുത്താൽ അയാൾ ജീവനോടിരിക്കും, ഭാര്യയും മക്കളും ഒക്കെ അയാൾക്കുണ്ട്, അപ്പോൾ ഇയാളുടെ കരളെ അതിന് സ്യൂട്ട് ആകത്തുള്ളൂ. അപ്പൊ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ കരൾ കൊടുക്കാൻ പറയുന്നു, എന്ത് ചെയ്യട്ടെ? ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് കൊടുക്കാം, അല്ലേ? കരള് പിന്നീടും ഡെവലപ്പായി അതേ വളർച്ചയിലേക്ക് തിരിച്ചു വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അങ്ങനെ കൊടുത്ത് അയാൾക്ക് ജീവൻ നിലനിർത്താൻ പറ്റുമെങ്കിൽ കരൾ കൊടുക്കാം, അല്ലേ? കുഴപ്പമില്ല. പിന്നെ ഭാര്യയോടും മക്കളോടും കൂടെ ചോദിക്കണം. അങ്ങനെ അയാള് ഭാര്യയും മക്കളെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് ചെന്നൈയിൽ പോയി അയാൾക്ക് കൊടുത്ത് അയാൾ രക്ഷപ്പെട്ടു. അയാള് ഹോസ്പിറ്റലിൽ നിന്ന് ഔട്ട് ആവുന്നതിന് മുമ്പ്, ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് ഇയാൾ ഇറങ്ങേണ്ടതാണ്. പക്ഷേ അയാൾ ഇറങ്ങിയിട്ട് ഇയാൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. വേറെ കുറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു, വളരെ വല്ലാത്ത പ്രയാസത്തിലൂടെയൊക്കെ പോകേണ്ടി വന്നു. എങ്കിലും മൂപ്പര് രക്ഷപ്പെട്ടു പുറത്തു വന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, കരൾ കൊടുക്കാൻ തയ്യാറാവും. ഞാൻ കൊടുക്കുമെന്ന് നിങ്ങൾ ചോദിക്കരുത്, ഞാൻ കൊടുക്കത്തില്ല. സുനിൽ പാസ്റ്റർ ഞാൻ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ബലപ്പെടുത്തുകയും വേണമെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. എൻ്റെ കരൾ വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഞാനൊന്നും കൊടുക്കത്തില്ല കേട്ടോ, അല്ലേ? പൈസയോ എന്തെങ്കിലും കൊടുക്കാം. എനിക്ക് ഈ ശരീരം വേദനിക്കുന്ന എനിക്കിഷ്ടമില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, അല്ലേ? രക്തം കൊടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്, ഞാനും ഫ്രണ്ട്സും ചേർന്ന് പോയിട്ടുണ്ട്. അവരെല്ലാം കയറ്റിവിട്ട് എനിക്കറിയാം, ആദ്യം ഒരു 3-4 പേര് കയറി കഴിയുമ്പോഴത്തേക്ക് സംഭവം മതിയാവുമെന്ന് എനിക്കറിയാം. പിന്നീട് മതിയായി. പിന്നീട് ഞാൻ ഇതുവരെയും പോയിട്ടില്ല, പോകാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും ഒരുപാട് പേരൊന്നും പോകത്തില്ലെന്ന് എനിക്കറിയാം, കുറച്ചു പേരെ പോകത്തുള്ളൂ. ശരീരത്തിലൊരു അവയവം എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരല്പം വില കൊടുക്കുന്ന കാര്യം തന്നെയാണ്. അതെല്ലാവരും ഒന്നും കയറി ചാടി കയറി ചെയ്യത്തില്ല. അത് അത്ര റിസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ്. വേദനിക്കാതെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് പറ്റും. മനസ്സിന്റെ പ്രശ്നമല്ല, ശരീരത്തിന്റെ വേദനയാണ് എൻ്റെ പ്രശ്നം. മനസ്സിലായ ഓക്കെയാണ്, എനിക്കൊരു പ്രശ്നമില്ല. ശരീരം വേദനിക്കുന്ന എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. പറഞ്ഞ അർത്ഥം മനസ്സിലാട്ടോ? ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ ഒരാൾക്ക് വേണ്ടി മരിക്കാൻ ഒരിക്കലും തയ്യാറാവില്ല. സ്തോത്രം. നമുക്ക് വേണ്ടി മരിക്കാൻ ചുമ്മാതൊരു മനുഷ്യനല്ല, ദൈവമായിരുന്ന ക്രിസ്തു അവിടെ ഇരുന്ന് തൻ്റെ ദൈവത്വം അഴിച്ചു വച്ചു താഴേക്ക് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ അതൊരു കൊച്ചു കാര്യമല്ല. സ്തോത്രം. അത് ക്രിസ്തു ചെയ്യാതിരുന്നു എങ്കിൽ നമുക്കാർക്കും ഇമാതിരി ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. നമുക്കാർക്കും രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. നമുക്കാർക്കും ദൈവമക്കൾ എന്ന നിലയിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ഇത് എത്ര വലിയ ശ്രേഷ്ഠ പദവി എന്ന് നിങ്ങൾക്കറിയാവോ? ലോകം ഒന്ന് കറങ്ങി യാത്ര ചെയ്ത് നോക്കണം. എത്ര കോടിക്കണക്കിന് ജനമാണ് നിത്യജീവൻ എന്നൊന്നില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അവർക്ക് ജീവിക്കാൻ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ സൗഭാഗ്യങ്ങളുണ്ട്. പക്ഷെ അവർക്ക് നിത്യതയെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ആൾക്കാര്, അല്ലേ? ലുലുവിന്റെ മുതലാളിയെ മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര വലിയ കോടീശ്വരനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് നിത്യതയെക്കുറിച്ച് യാതൊരു പ്രത്യാശയുമില്ല. മനസ്സിലാണ്ടോ? അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. അദ്ദേഹത്തിന് നിത്യതയെക്കുറിച്ച് യാതൊരു പ്രത്യാശയുമില്ല. ആരബ്സിനെ നിങ്ങൾ നോക്കൂ, എത്ര സമ്പന്നരാണ് അവരൊക്കെ. നിത്യതയെക്കുറിച്ച് അവർക്ക് യാതൊരു പ്രത്യാശയുമില്ല. സ്തോത്രം. നമുക്ക് നിത്യതയെക്കുറിച്ച് പ്രത്യാശ ലഭ്യമായതിന് കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ്. ഇനി മരിച്ചത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ അടുക്കലേക്ക് സുവിശേഷം എത്തിക്കാതിരുന്നെങ്കിലും നമ്മൾ രക്ഷപ്പെടത്തില്ലായിരുന്നു, അല്ലേ? എനിക്ക് ഈ ചർച്ചിന് 100 കൊല്ലത്തിലധികം പഴക്കമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം, അല്ലേ? അപ്പോൾ എത്രയോ ദൈവദാസ
ദൈവദാസന്മാർ നമുക്ക് മുമ്പ്, നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത എത്രയോ ദൈവദാസന്മാർ ഈ ദേശത്തിൽ വില കൊടുത്തിട്ടുണ്ടാകും, അല്ലെ? ഈ ദേശത്തിൽ അവർ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടാകും, ഈ ദേശത്തിൽ അവർ കയറി ഇറങ്ങി യാത്ര ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ദേശത്ത് യാത്ര ചെയ്യുന്നതും അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയും ഞങ്ങൾ ശരിക്കും അനുഭവിച്ചിട്ടാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ അടുത്തൊരു ദൈവാസൻ വിളിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, പാസ്റ്ററെ, ചർച്ച് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ, ഒരു ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്നുള്ള പരിപാടി എന്ന് പറയുമ്പോൾ കുറെ കൂടി വില കൊടുക്കേണ്ടതായി വരും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊടുക്കുന്ന വിലയുടെ കുറെ കൂടി റിസ്ക് കൊടുക്കേണ്ടതായിട്ട് വരും. സ്തോത്രം. തിരിച്ചടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും, അല്ലെ? ഈ ശുശ്രൂഷ, ഐ മീൻ കൺവെൻഷൻ പ്രസംഗം മാത്രമാണെങ്കിൽ ഇറ്റ് ഈസ് ഈസി. ഞാൻ 10 കൊല്ലം ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു. ഇറ്റ് ഈസ് ഈസി. ഈസി ആണെന്ന് ചോദിച്ചാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ നേരിട്ടിറങ്ങി ജനത്തെ പിശാചിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പണി തന്നെയാണ്. സ്തോത്രം. അതിന് വില കൊടുത്തേ പറ്റൂ. അതിനത്രയും നമ്മൾ റിസ്ക് എടുത്തേ മതിയാകൂ. അതിൽ പിന്നെ പുറകോട്ട് മാറി നിന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, എന്തുമാത്രം ദൈവദാസന്മാർ, എന്തുമാത്രം അമ്മച്ചിമാർ ഇതിനു വേണ്ടി വില കൊടുത്തിട്ടുണ്ടാകും, ഈ ദേശത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടാകും, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അവരൊക്കെ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നുണ്ടാകും. നമ്മൾ ഇവിടെ മനോഹരമായ ഫാനിന്റെ കീഴില്, മനോഹരമായ ഇന്റർലോക്കിന്റെ മുകളില് സുന്ദരൻ കസേരകൾ ഇട്ട് നല്ല സൗകര്യത്തിന് കൂടിയ സിസ്റ്റം ഒക്കെ വെച്ച് നല്ല പാട്ടും സംവിധാനങ്ങളും വെച്ച് നമ്മളിവിടെ ആരാധിക്കുമ്പോൾ 100 കൊല്ലങ്ങൾക്ക് പുറകിൽ ഇവകളൊന്നുമില്ലായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയണം. സ്തോത്രം. അവർക്കൊരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഉള്ള സൗകര്യത്തിൽ കൊച്ചു ചായ്പിനകത്ത് പാട്ടുപാടി അവർ ദൈവത്തെ ആരാധിച്ച് വിശ്വസ്തയോടെ ജീവിച്ചതിന്റെ ഫലമാണ് നമുക്കൊക്കെ ഇന്ന് കർത്താവിനെ സേവിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ക്രിസ്തു വില കൊടുത്തു എന്നത് ഏറ്റവും വലുതായിട്ട് നിൽക്കുമ്പം തന്നെ ആ നിത്യജീവൻ നമ്മുടെ അടുക്കലേക്ക് എത്തിക്കുവാൻ വേണ്ടി വില കൊടുത്ത നമ്മുടെ പൂർവികരെയും നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. നമുക്ക് വേണ്ടി വില കൊടുത്ത ആരെയും നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അവരെല്ലാവരെയും നമുക്ക് വിസ്മരിക്കുവാൻ കഴിയണം. അവരാരെയും പുണ്യാളന്മാരായിട്ട് നമ്മൾ വാഴ്ത്തണ്ട, അവരാരെയും വിശുദ്ധന്മാരായിട്ടൊന്നും നമ്മൾ വെക്കണ്ട. പക്ഷേ അവർ നമുക്ക് വേണ്ടി വില കൊടുത്തു എന്ന്. സ്തോത്രം. അവരിതിന്റെ കല്ല് പണിയാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ടു എന്ന്, ഇതിന്റെ ബേസ്മെന്റ് പണിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്ന്, ഇതിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എന്നത് ഒരിക്കലും നമ്മൾ വിസ്മരിക്കുവാൻ നിൽക്കരുത്. അതെല്ലാം ഓർക്കുകയും അവരെ ഓർത്ത് നമ്മൾ സ്തോത്രം ചെയ്യുകയും ചെയ്യണം. നമ്മുടെ കാലത്ത് എന്നെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കൃത്യമായി നമ്മൾ നിർവഹിക്കുകയും വേണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സഭയ്ക്കകത്ത് വന്നിട്ട് കാലം എത്രയായി എന്ന് നോക്കണം. നിങ്ങൾ കാരണം 10 പേരെങ്കിലും രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഈ ഏപ്രിൽ മാസം നിങ്ങൾ തീരുമാനമെടുക്കണം. സ്തോത്രം. ഈ 2025 ഡിസംബർ മാസം ആണ്ടറുതിക്ക് സാക്ഷ്യം പറയാൻ വരുമ്പോൾ, ഈ ഒരു വർഷം കർത്താവ് എനിക്ക് തന്നതുകൊണ്ട് ഇത്ര പേരെ കർത്താവിന് വേണ്ടി നേടാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയുന്നു എങ്കിൽ അതാണ് സാക്ഷ്യം. അല്ലാതെ കഴിഞ്ഞൊരു കൊല്ലം കർത്താവ് എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നു, വരാമായിരുന്ന ആപത്തിനർത്ഥങ്ങളിലെല്ലാം വിടുവിച്ചു, എനിക്ക് നേരെ ചൊവ്വേ ജീവിക്കാൻ കഴിഞ്ഞില്ല, വരുന്ന കൊല്ലം കാണിച്ചു തരാം, എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചിരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അപ്പോഴും ബൈബിൾ കുത്തി തുറക്കുന്ന ഒരു വാക്യം എടുക്കുന്നു, വായിക്കുന്നു, ഇരിക്കുന്നു. പറ്റുമെങ്കിൽ വളരെ പാട്ടും പാടിക്കളയും, അല്ലേ? അതിനാണ് നമ്മൾ നേരത്തെ തുടങ്ങുന്നത്, 12 മണിക്ക് മുമ്പ് കച്ചേരി അവസാനിപ്പിക്കാൻ വേണ്ടി. സ്വതന്ത്രം, അല്ലേ? എല്ലാവരും ഒരേ സാക്ഷിയാണ് പറയുന്നത്, വേറെ സാക്ഷി ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. സ്വതന്ത്രം. അപ്പൊ 10 പേരെ കൃപയിൽ കൊണ്ടുവന്നിട്ട് സാക്ഷ്യം പറയുന്നെങ്കിൽ അതാണ് സാക്ഷ്യം. മറ്റതിന് നമുക്ക് സാക്ഷ്യം എന്നൊന്നും പറഞ്ഞ് സ്വതന്ത്രം സമയം കളയാൻ പറ്റത്തില്ല. വളരെ ഗൗരവത്തോട് ചിന്തിക്കുക. ക്രിസ്തു ആദ്യമായി ഭൂമിയിലേക്ക് വരുന്നതിന്റെ ഉദ്ദേശം നമുക്ക് വേണ്ടി ജീവനെ തരാനാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 1 മുതൽ ചില വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിക്കൂ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏതു മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടാൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒരാളെ എടുക്കാറുണ്ട്. പഴയ നിയമത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒരാളെ എടുത്തു നിർത്തി ദൈവകാര്യത്തിലെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പഴയ നിയമത്തിൽ നിർത്തിയിരുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ. ഇപ്പൊ ഞാനിവിടെ നിൽക്കുകയാണ്, പ്രസംഗിക്കാൻ നിൽക്കുകയാണ്. നമുക്കിപ്പോ പ്രസംഗം മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിൽ അതല്ല. പുരോഹിതന് ചെയ്യത്തക്ക ഒരുപാട് ജോലികളുണ്ട്, അല്ലെ? അതവർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. പുതിയ നിയമത്തിൽ നമുക്ക് ഈസിയാണ്. നമുക്ക് അത്തരത്തിൽ പഴയ നിയമത്തിൽ ചെയ്തതുപോലെയുള്ള ശുശ്രൂഷകൾ ഒന്നും തന്നെ ഇല്ല. പുതിയ നിയമത്തിൽ പ്രസംഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പണി, പഠിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട പണി, ജനത്തെ ആ വഴിക്ക് നടത്തുക എന്നുള്ളതാണ് പണി. പഴയ നിയമത്തിൽ അങ്ങനെയല്ല. ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കണം, അത് ഭയങ്കര പണിയാണ്. മനസ്സിലാണ്ടോ? 100 കണക്കിന് ആടുകളെ യാഗം കഴിക്കേണ്ടി വരും. യാഗം കഴിക്കാൻ ഇറങ്ങുന്ന പുരോഹിതന് വേണ്ടി യാഗം കഴിക്കണം. മഹാപുരോഹിതന് വേണ്ടി യാഗം കഴിക്കണം. എന്നാൽ പോലും
വർഷത്തിൽ ഒരിക്കലേ മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് നമുക്കതല്ല. ആ യാഗങ്ങൾ മുഴുവൻ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടു കൂടി മാറി. പുരോഹിതന്മാർക്ക് വേണ്ടി പ്രത്യേക യാഗം കഴിക്കേണ്ടതില്ല, മഹാപുരോഹിതന് വേണ്ടി പ്രത്യേക യാഗം കഴിക്കേണ്ടതില്ല, അവരുടെ ഉപകരണങ്ങൾക്ക് വേണ്ടി പ്രത്യേക യാഗം കഴിക്കേണ്ടതില്ല. ഏതു മനുഷ്യനും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏതു മനുഷ്യനും കൃപാസനത്തിനകത്തേക്ക് ഏത് നേരവും ചെല്ലാൻ കർത്താവ് കൃപയൊരുക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് നിസ്സാരമായ കാര്യമല്ല കേട്ടോ. സൂത്രം. എങ്കിലും ചിലർ സൂത്രത്തില് ഞങ്ങളാണ് മഹാപുരോഹിതൻ എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്, അല്ലേ? ഒരു വലിയ മഹാപുരോഹിതൻ കഴിഞ്ഞ ദിവസം കാലം ചെയ്തു. ശനിയാഴ്ചയാണ് മൂപ്പരുടെ ശവമടക്ക്, അല്ലേ? ബാക്കി നമുക്കറിയാം. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഞങ്ങളാണ് പുരോഹിതൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ മറ്റു പലരും പെന്തക്കോസ്തുകാരുടെ ഇടയിലും ചിലരെങ്കിലും ഞങ്ങളാണ് പുരോഹിതന്മാരെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. നമ്മൾ ആർക്കും പുരോഹിത ജോലി ഒന്നും ഇവിടെ ഇല്ല, യാഗമൊന്നും ആർക്കുമില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ തൊട്ട് പുറകിലിരിക്കുന്ന അപ്പച്ചൻ വരെ അമ്മച്ചിമാർ വരെ ആർക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ, യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയാൻ തയ്യാറായാൽ, ഏതു മനുഷ്യനും ഏത് ജാതിക്കാരനും കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാൻ പ്രവേശനത്തിന് ധൈര്യം തന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഇടനിലക്കാരുടെ ആരുടെ ആവശ്യമില്ല. സ്തോത്രം. ചില ആൾക്കാർ നമ്മുടെ അടുത്തൊക്കെ വന്ന് പറയും, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ. വാസ്തവത്തിൽ അതിന്റെ പോലും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് കർത്താവിനോട് സംസാരിക്കേണ്ട മുറയുണ്ടെന്ന് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെയും പിതാവ് തന്നെയാണ് ഈ പിതാവ്. ചിറ്റപ്പം വഴി പോകേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അവരവർക്ക് എല്ലാവർക്കും കർത്താവിനോട് നേരിട്ട് സംസാരിക്കാം. സ്വത്രം. എല്ലാവർക്കും സംസാരിക്കാം. വക്കാലത്ത് കർത്താവ് എടുക്കുകയും ഇല്ല, അല്ലേ? ഇന്നാൾക്ക് വേണ്ടി വക്കാലത്ത് അങ്ങനെ കർത്താവ് എടുക്കാനും പോകുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും കൃപാസനത്തിന് അടുക്കിലേക്ക് ചെല്ലാം. അതിനെന്തെങ്കിലും പരുവക്കേടുണ്ടെങ്കിൽ അതിന് ശുദ്ധീകരണം വരുത്തുക. ആ ശുദ്ധീകരണം വരുത്തുന്നതും അവനവൻ തന്നെയാണ് വരുത്തേണ്ടത്. എന്റെ ഭാര്യയ്ക്ക് ശുദ്ധീകരണം വരുത്താൻ എന്നെ കൊണ്ടാവില്ല, എനിക്ക് ശുദ്ധീകരണം വരുത്താൻ അവളെ കൊണ്ടാവില്ല. പിന്നെ കർത്താവിനോട് പറയാം, കർത്താവ് ഇങ്ങനെ ശരിയാക്കണേ എന്ന് പറയാം. സ്തോത്രം. അല്ലാതെ ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു യാഗവും ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഒരു ത്യാഗവും ചെയ്യാൻ പറ്റില്ല. അത് അവനവൻ തന്നെ വിചാരിക്കണം. അവനവൻ വിചാരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിചാരിക്കണം, എനിക്ക് കർത്താവിന്റെ അടുക്കൽ ചെല്ലണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിചാരിക്കണം, എനിക്ക് കർത്താവിനോട് സംസാരിക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിചാരിക്കണം, എന്റെ ശരീരം എന്റെ കർത്താവിന് വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് അവനവൻ വിചാരിക്കാതെ മറ്റാർക്കും ഫോഴ്സ് ചെയ്യാനും പറ്റത്തില്ല, മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പേഴ്സണലി നമ്മൾ ഡിസിഷൻ എടുക്കണം. അത്രയ്ക്ക് ഗൗരവമാണ് ഈ ഒരു കഥയുടെ പ്രശ്നം. സ്വതന്ത്ര അവിടെ പറയുന്നത്, പഴയ നിയമ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഒരാളെ എടുത്ത് യാഗത്തിനായി വെക്കും, അയാൾക്ക് വേണ്ടി യാഗം കഴിക്കേണ്ട ആവശ്യമുണ്ട്. താഴോട്ട് വായിക്കും. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റി പോകുന്നവരോടും. വാക്കുകൾ ശ്രദ്ധിക്കണം. ഒന്ന്, അറിവില്ലാത്തവരോട്. രണ്ട്, വഴിതെറ്റി പോകുന്നവരോട് സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം. കണ്ടോ, ഇത് വളരെ ശ്രദ്ധിക്കണേ. അറിവില്ലാത്തവരോടും വഴി തെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിക്കാൻ കഴിയുന്നയാളാവണം പുരോഹിതൻ. അല്ലോ, മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? നിങ്ങളിപ്പോൾ നമ്മളിങ്ങനെ ഉപദേശിമാരെ നോക്കുകയാണ്, ഈ പുരോഹിതന്മാർക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന എല്ലാവരും ആ പൗരോഹിത്യത്തിൽപ്പെട്ടവരാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ആ രാജകീയ പുരോഹിത വർഗം എന്നാണ് പറയുന്നത്. കണ്ടോ, ചുമ്മാ നിസാര പുരോഹിതനല്ല, രാജകീയ പുരോഹിതൻ. അതെല്ലാവർക്കും ഉള്ള പണിയാ. പിന്നെ നമുക്ക് ഈ പണി മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വെള്ളക്കപ്പായോട്ട് ഇങ്ങനെ നടക്കുന്നത്. കണ്ടോ, വേറെ ഒരു പണിക്ക് നമ്മൾ പോവാതെ ഇതിനു വേണ്ടി നടക്കുന്നത്. മറ്റു പണികൾക്ക് പോകുന്നവർക്കും എല്ലാവർക്കും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി തന്നെയാണ് ഈ പറഞ്ഞ പൗരോഹിത്യം. അവർക്കുണ്ടാകേണ്ട പ്രധാന ക്വാളിറ്റിയാണ് ഇവിടെ പറഞ്ഞത്. അറിവില്ലാത്തവരോടും വഴിതെറ്റി പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും. ആ ഒരു മനസ്സ് നമുക്ക് ഇന്ന് രാത്രിയിൽ ഉണ്ടാവണം. അത് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറയാ, കർത്താവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർക്ക് അറിയത്തില്ല. അവരെന്തോ ചെയ്യുന്നേ? യേശുവിനെ ചീത്ത പറയുന്നു, യേശുവിനെ തുപ്പുന്നു, യേശുവിനെ ഇനി ചെയ്യാനൊന്നുമില്ല. ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തുവിന്റെ ക്രൂശ് എടുക്കാൻ തയ്യാറാകുന്ന ദൈവമക്കൾ ഇതിന് തയ്യാറാവണം. നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മെ തെറി പറയുന്നവൻ അറിവില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ വഴിതെറ്റിയിട്ടാണ് ചെയ്യുന്നതെന്നും ഉള്ള തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. കണ്ട, ആ ഒരു ഫ്ലോ മാറിയത് കണ്ടോ? ഇത് മാറണം. ഈ ഫ്ലോയാണ് നമുക്ക് വരേണ്ടത്.
ആര് നമ്മളോട് എന്ത് ചെയ്താലും, നമ്മുടെ മുഖത്ത് നോക്കി തുപ്പിയാലും, അത് അറിവില്ലായ്മ കൊണ്ടാണ് അവർ ചെയ്തതെന്ന തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതാണ് ക്രിസ്തുവിലാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തൊരു ഇവരോട് ക്ഷമിക്കണം. ഇത് പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവജനം തയ്യാറാവണം. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയും എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. സ്തോത്രം. സകല ഹൃദയങ്ങളും ഈ ദിവസങ്ങളിൽ ശുദ്ധീകരിക്കപ്പെടണം. സകല ഹൃദയങ്ങളിലും പിശാച് ചുരത്തിയിരിക്കുന്ന സകല കയ്പുകളും ഈ ദിവസങ്ങളിൽ അലിഞ്ഞു മാറണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു കീമോ നടക്കട്ടെ, സ്തോത്രം. അല്ലെങ്കിൽ ഇവിടെ ഒരു ഡയാലിസിസ് നടക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ ഒരു ആൻജിയോപ്ലാസ്റ്റി നടക്കട്ടെ, എല്ലാ ബ്ലോക്കുകളും മാറട്ടെ. ഇതിനകത്ത് പരിശുദ്ധാത്മാവിന് ഭംഗിക്ക് വ്യാപരിക്കാൻ കഴിയത്തക്ക നിലയിൽ നമ്മുടെ ഹൃദയങ്ങൾ ഇന്ന് രാത്രിയിൽ ശുദ്ധീകരിക്കപ്പെടണം. ഈ ദിവസങ്ങളിൽ ശുദ്ധീകരിക്കപ്പെടണം. ദൈവകൃപ നമ്മുടെ മീതെ വ്യാപരിക്കണം. ഒരു ശത്രുവിനും ഒരു കയ്പും ഒരു ഹൃദയങ്ങളിലും ചുരത്തുവാൻ അവസരം കൊടുക്കരുത്. അമ്മാതിരി എന്താ പറയുക, ചുരത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവകൾ യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് രാത്രിയിൽ മോചനം പ്രാപിക്കണം. ക്രിസ്തു അവകളെ കഴുകി മാറ്റാനാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ക്രിസ്തു നമ്മളെ ശുദ്ധീകരിക്കാനാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അവിടേക്ക് മാലിന്യം തള്ളിക്കയറ്റുവാൻ പിശാചിനിട കൊടുക്കരുത്. പിശാച് തള്ളിക്കയറ്റിയ മുഴുവൻ മാലിന്യത്തെയും സ്തോത്രം യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് നമ്മൾ ദൈവമക്കളായിട്ട് വേണം ഈ ഗ്രൗണ്ട് വിട്ട് വീട്ടിലേക്ക് പോകാൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യാവോ? സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലിരിക്കണം. അവിടെ പറഞ്ഞോ, അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോരും. ആ വാക്ക് നിങ്ങൾ കാണാതെ വേണമെങ്കിൽ പഠിച്ചോണം. അറിവില്ലാത്ത, നമുക്കറിവ് വേണം. സ്തോത്രം. നമുക്കറിവ് വേണം. ക്രിസ്തു അതാ പറഞ്ഞേ, സത്യം നിങ്ങൾ അറിയണം, നിങ്ങൾ സ്വതന്ത്രരാകണം. നിങ്ങൾ സ്വതന്ത്രരാകണം. നിങ്ങളുടെ ഉറക്കം മാറരുത്. നിങ്ങളുടെ ആരാധനയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത്. നിങ്ങൾക്കൊരു ക്ഷീണവും ഉണ്ടാകരുത്. നമ്മെ ശക്തനാക്കുന്ന കർത്താവ് മരിച്ചു പോയിട്ടില്ല. അവൻ ഉയർത്തെഴുന്നേറ്റും മഹിമയുടെ വലതുഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ദൈവം ഇവിടം വിട്ടു പോയിട്ടില്ല. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ, മരണത്തെ ജയിച്ച കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ, പാപത്തെ ജയിച്ചവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ, അവനും നമ്മളെ അക്കരയ്ക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. വിട്ടുവന്ന ഈജിപ്തിനെ ഓർത്ത് നിങ്ങൾ ആരും വേദനിക്കരുത്. സ്തോത്രം. ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ കെണിയതാണ്. അവർ വഴിയിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, അയ്യോ ഈജിപ്തിലായിരുന്നപ്പോ നല്ല സുഖമായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഇറച്ചി കിട്ടിയിരുന്നു, അവകൾ ഇന്ന് മാറണം. അവകൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്ന ജനത്തിന് കർത്താവ് മൂക്കുമുട്ട ഇറച്ചി കൊടുത്ത് എല്ലാവരെയും മരുഭൂമി കൊന്നുകളഞ്ഞു എന്ന് നിങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് തിരിച്ചറിയണം. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് എത്തിയിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും സ്തോത്രം, പഴയ ചില അവസ്ഥകൾ പറഞ്ഞുകൊണ്ട് ചൊറിയും കുത്തി ഇരിക്കാനല്ല ദൈവം നമ്മളെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അവകളെ കുടഞ്ഞു കഴിഞ്ഞ് എഴുന്നേൽക്കാനാണ് കർത്താവ് നമ്മളെ സ്തോത്രം ഈ രാത്രിയിൽ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് അവകൾ കുടഞ്ഞു കളയുവാനുള്ള അഭിഷേകം നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കണം. സ്തോത്രം. നമുക്ക് വേണ്ടി മരിച്ചവൻ, നമുക്ക് വേണ്ടി ഉയർന്നവൻ ഇന്നും നമുക്ക് വേണ്ടി സ്വർലോകത്തിൽ മഹിമയുടെ വലതുഭാഗത്തുണ്ടെന്നുള്ള കൃത്യമായ ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. അതാ അവിടെ പറഞ്ഞത്, അറിവില്ലാത്തവരോടും വഴിതെറ്റി നടക്കുന്നവരോടും. അറിവില്ലാത്തവരോടും വഴിതെറ്റി പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ സഹതാപം കാണിക്കാൻ. ഇതാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട കൃപ. സഹതാപം കാണിക്കാൻ. കർത്താവിനെ വിട്ട് പിന്നോക്കം പാകുന്ന ജനത്തെ നോക്കി സഹതപിക്കാൻ മാത്രമാണ് ഒരു പുരോഹിതന് കഴിയുക. അതിന്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യാനാവില്ല. താഴോട്ട് വായിക്ക്. ബലഹീനത നിമിത്തം ജനത്തിന് വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. ദൈവം വിളിച്ചേൽപ്പിക്കുന്നവനല്ലാതെ ആർക്കും ഈ പണി സ്വന്തമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഏത് പണി? പുരോഹിതനാകുന്ന പണി. പിശാചിന്റെ പണി ആർക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് എടുക്കാം. ആദ്യമായിട്ട് മൂപ്പർ അങ്ങനെ സ്വന്തമായിട്ട് എടുത്തേ എന്ന് പറഞ്ഞാൽ, ദൈവത്തോടൊപ്പം ഇരിക്കാൻ മൂപ്പർ ഉള്ളുകൊണ്ടങ്ങ് ആഗ്രഹിച്ചു. അത് പുള്ളിയെ ഏൽപ്പിച്ച പണിയല്ല, പുള്ളി സ്വന്തമായിട്ട് ഏറ്റെടുത്തതാ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്നെങ്കിൽ അയാൾ കൃത്യമായും പിശാചിന്റെ ആളാണ്. അതാര് തന്നെ ആയാലും. കർത്താവ് ഒരാളെ ഏൽപ്പിക്കാതെ ആരേറ്റെടുത്താലും അത് ചെകുത്താന്റെ ആള് തന്നെയാണ്. രണ്ടു വട്ടം ചിന്തിക്കേണ്ട യാതൊരു കാര്യം അതിനകത്തില്ല. കാരണം ചെകുത്താൻ താനും ആ പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ഞാൻ പറയുന്നതിന്റെ അർത്ഥം എല്ലാം കിട്ടുന്നുണ്ടല്ലോ. പതിയെ കിട്ടിയാൽ മതി, 2 ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ മതി. സ്തോത്രം. എനിക്ക് വീട്ടിൽ പോകണമല്ലോ. വൈകിയേ ഔവണ്ണം കണ്ടോ. അപ്പോൾ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഒരാളെ എടുത്ത് ശുശ്രൂഷയ്ക്കാക്കി വെക്കും. അയാൾക്ക് വേണ്ടി പ്രത്യേകം യാഗം കഴിക്കേണ്ടതുണ്ട്.
അയാളുടെ കഴിവിനെ കുറിച്ച് പറയുകയാണ്. അയാൾ വഴിതെറ്റിപ്പോയവരോട് കരുണ കാണിക്കാൻ അയാൾക്ക് കഴിയണം, അറിവില്ലാത്തവരോട് കരുണ കാണിക്കാൻ അയാൾക്ക് കഴിയണം. അപ്പൊ തന്നെ അയാൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടി പ്രത്യേക യാഗം കഴിക്കുകയും വേണം. ആരും സ്വന്തമായിട്ട് കയറി ഈ ശുശ്രൂഷ ഏറ്റെടുക്കാറില്ല. അതുപോലെ കണ്ടോ, അതുപോലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് പൗലോസ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വൈകി ഔവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. കണ്ട, കർത്താവ് എന്നാ പിന്നെ പിതാവേ ഞാൻ പോയി ഈ മഹാപുരോഹിതന്റെ ഒരു പണി ചെയ്തേച്ചും വരാന്നും പറഞ്ഞ് പുത്രൻ അങ്ങനെ അവിടെ നിന്ന് കുപ്പായി എടുത്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വന്നതല്ല. അങ്ങനെ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്, ഞാനിപ്പോ ശരിയാക്കി തരാമെന്ന്. അപ്പോൾ അങ്ങനെ കർത്താവ് എടുത്തിട്ട് കൊണ്ടെങ്കിൽ താഴേക്ക് വന്നതല്ല. ബാക്കി നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. കണ്ടോ, കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് എന്താ? ഇവൻ എന്റെ പ്രിയപുത്രൻ. എപ്പോഴാ കാര്യം പറയുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. സ്വത്രം സ്നാനപ്പെട്ട കരയിലേക്ക് കയറുമ്പോഴാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, സ്നാനപ്പെടാൻ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് നിയോഗം ഏറ്റെടുത്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഏത് ശുശ്രൂഷയ്ക്ക് വേണ്ടി? മാനവകുലത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കാൻ, ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകാൻ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാൻ തീരുമാനമായി കഴിഞ്ഞ് തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വെള്ളത്തിൽ ഇറങ്ങി വന്ന് യോഹന്നാന്റെ അടുത്ത് നിൽക്കുകയാണ്. ഇപ്പൊ വെള്ളത്തിൽ രണ്ടുപേര് നിൽക്കുകയാണ്. ഒന്ന് യോഹന്നാനും, രണ്ട് യേശുക്രിസ്തുവും. സ്വതന്ത്രം യേശുക്രിസ്തു ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു, യോഹന്നാൻ മനുഷ്യനെ പ്രതിനിധീകരിക്കുന്നു. കർത്താവ് അവിടെ ഇറങ്ങി നിന്നിട്ട് പറയാണ്, എനിക്ക് സ്നാനം വേണം. അപ്പോഴത്തേക്ക് യോഹന്നാൻ പ്രോട്ടോകോൾ അനുസരിച്ച് യോഹന്നാൻ പറഞ്ഞു, നടക്കില്ല, നീ എന്നെയാണ് സ്നാനപ്പെടുത്തേണ്ടത്, ഞാൻ നിന്നെ അല്ല സ്നാനപ്പെടുത്തേണ്ടത്. അതാണ് എന്റെ പ്രോട്ടോകോൾ. സ്വതന്ത്രം. അപ്പോഴത്തേക്ക് കർത്താവ് പറയാണ്, ഇങ്ങനെ സർവ്വനീതിയും നടപ്പിലാവണം എന്ന് പറഞ്ഞാൽ, ഞാൻ മുകളിൽ നിന്ന് മെനക്കെട്ട് താഴേക്ക് ഇറങ്ങി വന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാനിവിടെ വലിയ പരിപാടി ചെയ്യാൻ വേണ്ടിയല്ല. എന്നെ ഏൽപ്പിച്ചൊരു പണിയുണ്ട്. ആ പണി ചെയ്യാൻ വേണ്ടി നീതി നടപ്പിലാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സമ്മതിക്കുക, നീ ഇപ്പോൾ എന്നെ സ്നാനപ്പെടുത്തണം. സ്വതന്ത്രം. യോഹന്നാൻ ഒടുവിൽ സ്നാനപ്പെടുത്താൻ തയ്യാറാവുകയാണ്. എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ രണ്ടുപേര് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ദൈവവും ഒന്ന് മനുഷ്യനുമാണ്. മനുഷ്യനായ യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തിയാൽ, ദൈവമായ യേശുവിനെ സ്നാനപ്പെടുത്തിയാൽ, യേശു മനുഷ്യരോട് കൂടെ ചേരും. തിരിച്ച് സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ, ദൈവമായ യേശു മനുഷ്യനായ യോഹന്നാനെ സ്നാനപ്പെടുത്തിയാൽ മനുഷ്യൻ ദൈവത്തോട് ചേരും. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഞാൻ ഒരാളെ സ്നാനപ്പെടുത്തിയാൽ അയാൾ എന്നോട് ചേരും, എന്നെ മറ്റൊരാൾ സ്നാനപ്പെടുത്തിയാൽ ഞാൻ അയാളോട് ചേരും. എപ്പോഴും രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ശുശ്രൂഷകനാണ് മറ്റൊരാളെ സ്നാനപ്പെടുത്തി കർത്താവിനോട് ചേർക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെ യേശു അല്ല യോഹന്നാനെ സ്നാനപ്പെടുത്തേണ്ടത്, യോഹന്നാനാണ് യേശുവിനെ സ്നാനപ്പെടുത്തേണ്ടത്. കാരണം യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തുമ്പോൾ സാക്ഷാൽ ദൈവം മനുഷ്യരോട് കൂടെ ചേരുകയാണ്. സ്തോത്രം. വെറും മനുഷ്യനായി മാറുകയാണ്. വെറും മനുഷ്യനായി, ജഡത്തിൽ മനുഷ്യനായി വെള്ളത്തിൽ നിൽക്കുമ്പോഴും സ്തോത്രം മനുഷ്യനോട് ചേരേണ്ടതിന് വേണ്ടി സ്നാനത്തിന് യേശുക്രിസ്തു തയ്യാറാകുന്നു. യോഹന്നാൻ യേശുവിനെ വെള്ളത്തിൽ മുക്കി വെള്ളത്തിൽ നിന്ന് തിരിച്ചുയർത്തുമ്പോൾ വെറും മനുഷ്യനായിട്ടാണ് യേശു ഉയർന്നു വരുന്നത്. ഉയർന്ന ഉടനെ സ്വർഗത്തിൽ നിന്ന് പിതാവ് പറയാ, ഇവൻ എന്റെ പുത്രനാണ്. കണ്ടോ, ഇവൻ ഇപ്പോൾ വെറും മനുഷ്യനായി വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നതൊക്കെ ശരി തന്നെ, ഇവൻ എന്റെ പുത്രനാണ്. ഒരു പ്രത്യേക നിയോഗം ഞാൻ അവന്റെ മേൽ ഏൽപ്പിച്ച് ഞാൻ അവനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാവോ, വെറും മനുഷ്യനായി എപ്പോൾ യേശു വെള്ളത്തിൽ നിന്ന് കയറുന്നുവോ അപ്പോ സ്വർഗത്തിലെ പ്രഖ്യാപനം വരുന്നെന്ന് മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ മേൽ ഇറങ്ങി വരികയാണ്. സ്തോത്രം. നിങ്ങൾ കാണുന്നുണ്ടോ? ആ ട്രിനിറ്റി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മറിയത്തിന്റെ ഉദരത്തിലെത്തുമ്പോഴും ഇവരെ മൂന്നുപേരെയും നമുക്ക് കാണാം. മനസ്സിലാണ്ടോ? സ്നാനക്കുളത്തിലെത്തുമ്പോഴും ഇവരുടെ മൂന്നുപേരെ നമുക്ക് കാണാം. ഇപ്പൊ പക്ഷപാതം നടക്കുന്ന ആ ശുശ്രൂഷയിലും ഇവരെ മൂന്നുപേരെയും നമുക്ക് കാണാം. മനസ്സിലാണ്ടോ? മൂന്ന് വ്യക്തികളായിട്ട് തന്നെ സംസാരിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ. കാരണം മനുഷ്യ മസ്തിഷ്കത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്ര നിസ്സാരമല്ലത്. മനസ്സിലാണ്ടോ? അത് അത്ര വലുതാണ്. മനുഷ്യ മസ്തിഷ്കം 1.5 കിലോ തലച്ചോറേ ഉള്ളൂ. അതിൽ 1/4 കിലോ പോലും വർക്കാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധ്യവുമല്ല. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ രണ്ടാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞങ്ങൾ ഒന്നാണ്. എന്നാൽ നിങ്ങൾ ഒന്നാണോ എന്ന് കടുപ്പിച്ച് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടാണ്. കാരണം കല്യാണത്തിന് ഞങ്ങൾ 22 കൊല്ലങ്ങൾക്ക് മുമ്പ് കൈ കൊടുത്തിട്ട് പറഞ്ഞു, സ്വതന്ത്രം മരണം വേർപിരിക്കുന്നവരെ ഞങ്ങൾ വേർപിരിക്കുകയല്ല. അവൾ അവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാണ്. രണ്ടുപേരും രണ്ടിടത്തിരിക്കുകയാണ്. സ്വതന്ത്രം. അപ്പൊ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈഫിന് ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ടായി, ശാരീരികമായ ക്ഷീണമൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ മോള് വിദേശത്താണ്. അവൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, ഡാഡി എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി കറങ്ങണം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചിന്തിച്ച് ക്ഷീണമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എവിടെ പോകാനാണ്? പോകാൻ സമയം വേണ്ടേ?
സ്വതന്ത്രം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്രം അപ്പോൾ ഇതിനിടയ്ക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഭാര്യ തന്നെയാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. അതിനകത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വേണമെങ്കിൽ ഒരു കറങ്ങാൻ എനിക്ക് തോന്നുന്നു, പക്ഷേ സമയം കിട്ടുന്നില്ല. ഒന്നാമത്തെ പ്രശ്നം, വീട്ടിൽ 3 വയസ്സായവരുണ്ട്, എല്ലാം 80+ ആണ്. മനസ്സിലുണ്ടോ? അപ്പോൾ വീട്ടിൽ മാഡം ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല. പിന്നെ ഒരു കുട്ടിയുണ്ട്, അത് പ്രശ്നമില്ല. പിന്നെ ഞാനുണ്ട്, അതും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഈ 3 പേര് വളരെ പ്രധാനമാണ്. രണ്ടിപ്പം നമുക്ക് ചർച്ചും ബാക്കി സൗകര്യങ്ങളും കൂടി ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആകുമ്പോൾ ഈ യാത്രയൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇതെല്ലാം നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസിയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണം പോകാം. പാസ്റ്റർ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞേ വരുള്ളൂ എന്ന്. പിന്നെ പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളും. പാസ്റ്റർക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. സ്വതന്ത്രം അല്ലേ? അവർ പറയുന്ന പാസ്റ്റേഴ്സ് സുഖിച്ച് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് സുഖം തന്നെ കേട്ടോ. ഇതിൽ ഞാനും യാതൊരു വിഷമവും ഞാൻ കാണുന്നില്ല. സുഖം തന്നെയാണ്, വളരെ സന്തോഷം തന്നെ. നമ്മളെ വേദനിപ്പിക്കുന്നത് ആടുകൾ വഴിതെറ്റുമ്പോഴാണ്. ആടുകൾ തമ്മി കുത്തുമ്പം പ്രയാസമാണ്, ആടുകൾക്ക് അസുഖം പിടിക്കുമ്പം പ്രയാസമാണ്. അസുഖം, ശാരീരിക അസുഖം പോട്ടെന്ന് വെക്കാം, ചത്തു പോയാൽ നമുക്ക് കുഴിച്ചിട്ടാൽ മതി, വേറെ പ്രശ്നമില്ലല്ലോ. അതല്ല സുഖം. എല്ലാവർക്കും മനസ്സിലായതിന് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അത് ഏറ്റവും വേദനിപ്പിക്കും. ശുശ്രൂഷകനെ മനസ്സ് തകർക്കുന്നത് ആ ഒരു സാധനമാണ്. സ്തോത്രം. അവർ വചനം പറയുന്നതനുസരിച്ച് ജനം വളരുന്നില്ലെന്ന് കണ്ടാൽ, അവർക്ക് വേണ്ടി നമ്മൾ വില കൊടുക്കുന്നതനുസരിച്ച് ജനം വളരുന്നില്ലെന്ന് കണ്ടാൽ, ശുശ്രൂഷകന്റെ ഹൃദയം പിടയും, അയാളുടെ ഉറക്കം കെടും, അയാൾക്ക് ഭയങ്കര പ്രയാസമാണ്. ജനം അതനുസരിച്ച് കയറി വരുന്നു എന്ന് കണ്ടാൽ, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു, ദൈവകൃപയിൽ വളർന്നു വരുന്നു. സ്വതന്ത്രം. അത് കാണുമ്പോൾ ദൈവദാസന്മാർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ആകെ ഒരു സഭയ്ക്ക് വേണ്ടി കൊടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ അത്രയ്ക്കത്ര വിലയുള്ളൂ. പക്ഷേ നമ്മൾ അതിന്റെ ഫ്രൂട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, സഭയ്ക്ക് വേണ്ടി ജീവന നൽകിയ കർത്താവ് എന്തുമാത്രം വേദനിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്കറിയാവോ? സ്തോത്രം. യെസ്, എന്തുമാത്രം വേദനിക്കുന്നുണ്ട്. നാട്ടുകാരുടെ പള്ളിയെ സംബന്ധിച്ചിടത്തോളം മെനങ്ങാന്നുകൊണ്ട് ക്രിസ്തുവിനെ ഉയർപ്പിച്ച് അവർ വിട്ടു, പരിപാടി കഴിഞ്ഞു. ഇനി അവർക്ക് അടുത്ത കൊല്ലം ഏപ്രിൽ എങ്ങാനും വന്നാൽ മതി. ഇനിയിപ്പോൾ ഈ കൊല്ലം ഡിസംബറിൽ വേറെ പരിപാടിയായിട്ട് അവർ ഇറങ്ങും, ഉണ്ണിയേശുവായിട്ട് ഇറങ്ങും. അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഉണ്ണിക്ക് പിന്നെ തെക്കും മടക്കും അറിയില്ലല്ലോ അല്ലേ? അടുത്ത വർഷം ഏപ്രിൽ ആകുമ്പം പിന്നെയും ഈ മുതിർന്ന യേശുവായിട്ട് അവർ ഇറങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് ഒരാഴ്ച കൊണ്ട് തീരുന്ന വേദനയാണോ കർത്താവ് അനുഭവിച്ചതല്ല. നമുക്കെല്ലാവർക്കും വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് മഹിമയുടെ വലതുഭാഗത്തുനിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് വേണ്ടിയും കർത്താവ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾക്ക് ഗുണകരമല്ലാത്ത രീതിയിൽ ഞാനിവിടെ വചനം പറഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ ഹൃദയം വേദനിക്കും. നിങ്ങളെ തെറ്റിച്ച് കളയുന്ന രീതിക്ക് ഞാനിവിടെ വചനം പറഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ ഹൃദയം വേദനിക്കും. സ്തോത്രം. ഇത്രയും സൗകര്യങ്ങൾ, മനോഹരമായ സ്റ്റേജ് സംവിധാനം, കൂടിയിരിക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവദാസന്മാർ ഇഷ്ടം മാതിരി, പാടുവാനുള്ള ദൈവജനം ഇഷ്ടം മാതിരി, ഫാൻ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടും കർത്താവിനെ ഉയർത്തി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കർത്താവിൻ്റെ ഹൃദയം പിടയും. കാരണം കർത്താവിനെ ഉയർത്തി പിടിക്കുമ്പോഴാണ് ജനം രക്ഷ പ്രാപിക്കുന്നതെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ആ ബോധ്യമുള്ളവരായിരിക്കണം. നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കുന്നവരാകരുത് നമ്മൾ. നമ്മുടെ ഹൃദയത്തിൽ ഇരഞ്ഞു കയറിയിരിക്കുന്ന എല്ലാ കയ്പുകളും യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അലിഞ്ഞു മാറണം, അലിഞ്ഞു മാറിയേ തീരൂ. സ്തോത്രം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരാളിനെ കണ്ട് ഞാനിങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, കയ്പ് ഹൃദയത്തിൽ ഇച്ചിരി ഇരുന്നാലും ദൈവം ക്ഷമിച്ചോളും. നോ, ക്ഷമിക്കത്തില്ല. നമ്മൾ അങ്ങനെ ആരും വിചാരിക്കരുത് കേട്ടോ. ചിലർക്കൊക്കെ അങ്ങനെ ഒരു ഫിലോസഫി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം അഡ്ജസ്റ്റ് ചെയ്തോളും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ദൈവത്തെ നമ്മൾ വചനത്തിൽ എവിടെയും കാണുന്നില്ല. മനസ്സിലാണ്ടോ? അങ്ങനെ ഒരു ദൈവത്തെ നമ്മൾ എവിടെയും കാണുന്നില്ല. നമ്മൾ വായിച്ച എബ്രായ ലേഖനം അവിടെ നിൽക്കട്ടെ. എഫേസ്യ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26 മുതൽ 32 വാക്യം ഒന്ന് വായിക്കൂ. അവൻ അവളെ, യേശുക്രിസ്തു സഭയെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും, കേട്ടോണേ, വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമാക്കി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് പൊട്ടും കറയുള്ളതിനെ കൊണ്ടു ചെല്ലാനല്ല, കറയില്ലാതെ തനിക്ക് തന്നെ യോഗ്യതയുള്ളവളാക്കി കൊണ്ടെത്തിക്കേണ്ടതിന്. എഫേസ്യ ലേഖനം 1:4 പറയുന്നു, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അപ്പൊ കുറച്ചൊക്കെ ഇരുന്നാൽ കർത്താവ് അഡ്ജസ്റ്റ് ചെയ്തോളും എന്നുള്ള ഫിലോസഫി നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ദയവായി ഇന്ന് രാത്രി നിങ്ങൾ അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. നമ്മെ ശുദ്ധീകരിക്കാൻ, നമ്മുടെ പാപം കടും ചുവപ്പായിരുന്നാലും
കുറച്ച് വെളുപ്പിച്ചെടുക്കാന്നല്ല, പഞ്ഞി പോലെ ആക്കാന്നാ പറഞ്ഞേ, ഹിമം പോലെ ആക്കാന്നാ പറഞ്ഞത്. ഇതിൽ കുറഞ്ഞൊരു വെളുപ്പീര് കർത്താവിനില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. യേശുവിന്റെ രക്തം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മളെ പൂർണ്ണ ശുദ്ധിയിലേക്ക് നടത്താനാണ്, അഡ്ജസ്റ്റ്മെന്റിൽ കൊണ്ടുപോകാനല്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനം തിരിച്ചറിയണം, ഒരു എക്സ്ക്യൂസും അവിടെ കിട്ടില്ല. അവിടെ ചെന്ന് നിന്ന് തലചൊറിഞ്ഞുകൊണ്ട് നിൽക്കാതിരിക്കേണ്ടതിന് ഇവിടെ വെച്ച് നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപാസന അടുക്കലേക്ക് നമ്മൾ ചെന്ന് ശുദ്ധീകരണം പ്രാപിച്ചുകൊള്ളണം, വിടുതൽ പ്രാപിച്ചുകൊള്ളണം, രൂപാന്തരം പ്രാപിച്ചുകൊള്ളണം. കയ്പുകളെ വലിച്ചെറിഞ്ഞ് പൂർണ്ണ ശുദ്ധീകരണം പ്രാപിച്ച് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ തയ്യാറാകണം. മൽക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്നതുപോലുള്ള പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി നമ്മൾ ഏക മനസ്സുള്ളവരായി മാറണം. അതി കുറച്ചൊരു പരിപാടി വേണ്ട. ഏക മനസ്സ് നമ്മുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ ഇറങ്ങി വരണം. എല്ലാ ഭിന്നതകളും മാറണം. നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടവരായി തീരണം. സ്തോത്രം. നമുക്ക് തിരിച്ചു വരാം, എബ്രായ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. വൈകൂ, എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലെ ബാക്കി വാക്യം. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. കണ്ടോ? അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാം. യേശുക്രിസ്തു സ്വതവേ ഏറ്റെടുത്തതല്ല, പിതാവ് ഏൽപ്പിച്ച് വിട്ടതാണ് ഈ പൗരോഹിത്യം. വൈകി, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത്, ക്രിസ്തു തന്റെ ഭൂമിയിലുള്ള ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്, മരിക്കാൻ വേണ്ടിയാ ക്രിസ്തു വന്നത്. ആ ചുമട് താൻ ചുമലിലേറ്റി ക്രൂശിൽ മരിക്കുന്നൊരു ഘട്ടം എത്തുമ്പോൾ പിതാവ് കൈവിടുന്നൊരു ഘട്ടം ഉണ്ടായി. അതുണ്ടായേ പറ്റത്തുള്ളൂ. സ്വർഗത്തിൽ നിന്ന് പറഞ്ഞയച്ചു, ഭൂമിയിലേക്ക് കർത്താവ് വന്നു. അപ്പോഴെല്ലാം പിതാവിന്റെ സാമീപ്യമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സാമീപ്യമുണ്ട്, അല്ലേ? ഗതസമനെ ചെല്ലുമ്പോഴത്തേക്ക് പറയാണ്, എൻ്റെ ജഡം ബലഹീനമാണ്, ആത്മാവ് ഒരുക്കമുള്ളതാണ്, ജഡം ബലഹീനമാണ്, എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളണം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരോട് കൂടെ പറയുക. ശിഷ്യന്മാരുടെ കൂടെ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് അവർ കിടന്ന് ഉറങ്ങുകയാണ്, അല്ലേ? ഒടുവിൽ പരിശുദ്ധാത്മാവ് വന്ന് കർത്താവിനെ ശക്തിപ്പെടുത്തുകയാണ്. കർത്താവ് ക്രൂശിലേക്ക് നടക്കുകയാണ്, നമുക്കറിയാം. അങ്ങനെ കർത്താവ് ക്രൂശിൽ കയറി ഒരു സ്റ്റേജിൽ പിതാവ് പിടിവിടുകയാണ്. പിടിവിട്ടേ പറ്റത്തുള്ളൂ, ഒന്ന് വിട്ട് പിടിക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ ചില രാജ്യത്ത് എന്നാൽ അടുത്ത സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എക്സിറ്റ് അടിച്ചാലേ പിന്നെ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പൊ എക്സിറ്റ് അടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെ ഇവിടെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ക്രിസ്തുവിനെ പൂർണ്ണമായി പിടിവിട്ട് തിരിച്ചു പിടിക്കുന്ന പിടി. അതിനിടയ്ക്ക് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് അവിടെ പറയുന്നത്. വാക്യം ഒന്നുകൂടെ വായിക്ക്. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും, കണ്ടോ, മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നമുക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ എല്ലാവരുടെയും പാപം താൻ ശരീരത്തിൽ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാകാൻ ആ ക്രിസ്തു, ദൈവമായ ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി വെറും മനുഷ്യനായി യോഹന്നാന്റെ കൈക്കീട് സ്നാനമേറ്റ് നമ്മുടെ എല്ലാം പാപം ചുമലിൽ പേറിക്കൊണ്ട് ക്രൂശിൽ കയറി ഒരു നിമിഷം പിടിവിടുകയാണ്. അവിടെ കർത്താവ് ചോദിക്കുകയാണ്, എൻ്റെ പിതാവേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഒറ്റ സെക്കൻഡിലത്തേക്കായിരിക്കും, ഐ ഡോണ്ട് നോ. ഏതായാലും ആ ഒരു പോയിന്റിൽ ഒരു വിളി വരികയാണ്, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? പ്രൈസ് ദി ലോർഡ്. പുറത്തിരിക്കുന്നവരകത്തോട്ട് കയറിയിരിക്കാൻ വേണ്ടി കർത്താവ് ചെയ്യുന്നൊരു ചെറിയ ഇതാണ്. അത് കുഴപ്പമില്ല, നമുക്ക് കുറ്റം പറയേണ്ടതില്ല. സ്വത്രം. എനിക്ക് തോന്നുന്നു പുറത്തുള്ളവർ പിന്നെയും കസേര എടുത്തുകൊണ്ട് മതിലിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നു തോന്നണം. അകത്തോട്ട് കയറിയിരുന്നുള്ളൂ, ഇഷ്ടംപോലെ സ്ഥലം കിടക്കുകയല്ലേ. സ്വത്രം. സാരല്ല, എല്ലാവരും വേണമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നോക്കിയിട്ടിരുന്നാലും തെറ്റില്ല, അല്ല? നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. നമുക്ക് തിരിച്ചു വരാം. അപ്പോ അവിടെ കണ്ടോ, ആ വാക്യം ഒന്ന് വായിക്കും സിസ്റ്ററെ. കർത്താവ് തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളി. കണ്ടോ, ആ പിതാവ് നമുക്ക് വേണ്ടി ഒരു വിളി വിളിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര താഴെ പോയത് നമുക്ക് വേണ്ടി. സ്വത്രം. സകലത്തിന്റെയും ഉടയവനാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. സകലത്തിന്റെയും ലാക്കും കാരണഭൂതനുമായവനാണ് ആ കർത്താവ്, നിങ്ങൾ തിരിച്ചറിയണം.
ഉയരത്തിലുള്ളത്, താഴെയുള്ളത്, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ സകലവും അവൻ മുഖാന്തരമാണ് ഉളവായത്. ആ ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തും മനസ്സിലാക്കി? ഞാനും നിങ്ങളും നരകത്തിൽ കിടന്ന് നിത്യത മുഴുവൻ നിലവിളിക്കാതിരിക്കേണ്ടതിന് ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ നിലവിളിക്കാൻ തയ്യാറായി. ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതെന്ന് നിങ്ങൾ നോക്കൂ. അതിപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത്, തിരിച്ചറിയില്ലെന്നുള്ളത് എത്ര ഖേദകരമായ കാര്യമാണ്. വലിയ കാര്യം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടും അതിന് കൊടുക്കേണ്ടുന്ന വില കൊടുക്കാതെ, മാന്യത കൊടുക്കാതെ, പ്രാപിക്കേണ്ടതിനെ പ്രാപിച്ചെടുത്ത് മാനസാന്തരപ്പെട്ട് അക്കരെ നാട്ടി ചെന്നെത്തേണ്ടതിന് പകരം നമ്മളിവിടെ കണക്ക് തീർക്കലുകളുമായിട്ട് നടക്കുകയാണ്. പിശാചിന്റെ ഉദ്ദേശം 100 കൊല്ലം ചർച്ച ആയോ അതൊന്നും പിശാചിന് അറിയേണ്ട കാര്യമില്ല. മാക്സിമം വരെ നരകത്തിൽ കൊണ്ടുപോകണം. സ്തോത്രം. അത്രേ പിശാചിന് നോട്ടുള്ളൂ, അല്ലാതെ അതിൽ വേറെ കുറഞ്ഞ പരിപാടിയൊന്നും പിശാചിനില്ല. നിങ്ങൾ 100 കൊല്ലത്തിന്റെ അഭിമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ കൃത്യമായി പിടിച്ചോണ്ട് പോകും ആൾക്കാരെ. സ്തോത്രം. അപ്പൊ അവിടെ നമ്മളാണ് ഉഷാറായിട്ട് നിൽക്കേണ്ടത്. അവിടെ ദൈവജനം ഉപവസിക്കണം, ദൈവജനം പ്രാർത്ഥിക്കണം, ദൈവജനം കരയണം, ദൈവജനം വില കൊടുക്കാൻ തയ്യാറാകണം. സഭയുടെ പ്രാരംഭകാലങ്ങളിൽ അപ്പന്മാരും അമ്മച്ചിമാരും വില കൊടുത്തതുപോലെ നമ്മളും വില കൊടുക്കണം. വില കൊടുക്കാൻ കുറയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വരുമ്പോൾ ആക്സിലറേറ്റർ ചുമ്മാതെ അങ്ങനെ ഓഫ് ചെയ്ത് എനിക്ക് വരാൻ പറ്റത്തില്ല. ആക്സിലറേറ്റർ ഓഫ് ചെയ്താൽ വണ്ടിയുടെ വേഗത കുറയും. അതിനനുസരിച്ച് ഞാൻ വേഗത കൂട്ടി ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. അതുപോലെ സഭയുടെ പ്രാരംഭകാലങ്ങളിൽ പിതാക്കന്മാർ ഉപവസിച്ചതുപോലെ നമ്മളും ഉപവസിച്ചേ പറ്റൂ. അവർ പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിച്ചേ പറ്റൂ. അവർ വില കൊടുത്തതുപോലെ നമ്മളും വില കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ കൃത്യമായി ചെകുത്താൻ ഉള്ളിൽ പ്രവേശിക്കും. സ്തോത്രം. മുഴുവൻ തലകീഴായി മറിച്ചു കളയും. അതാണ് പൗലോസ് ലീഗൻ എഫെസോസിലെ സഭ സ്ഥാപിച്ച് 2ാം റൗണ്ട് യാത്ര കറങ്ങി വരുമ്പോൾ ആൾക്കാരെ മെലിത്തോസിൽ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, പുറത്തു നിന്ന് ദുരുപദേഷ്ടകന്മാർ അകത്ത് കടക്കാതിരിക്കാൻ സൂക്ഷിക്കണം. കൊടിയ ചെന്നായ്ക്കൾ അകത്ത് കടക്കും. അവരുടെ നോട്ടം ആടിന്റെ പാലും തോലുമാണ്, ആടിന്റെ നിത്യതയല്ല. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ അത് സൂക്ഷിക്കണം. 2ാമത് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഭിന്നാഭിപ്രായം പറയുന്നവർ എഴുന്നേൽക്കാതിരിക്കാൻ സൂക്ഷിക്കണം. ഈ 2 കാര്യം വളരെ പ്രധാനമാണ്. ഏത് ശുശ്രൂഷകനും തിരിച്ചറിയേണ്ടുന്ന കാര്യം അതാണ്. ആടിന്റെ ഇടയിലേക്ക് വെളിയിൽ നിന്ന് സ്തോത്രം കള്ളകിടയന്മാർ കയറുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. സ്തോത്രം. ആടിന്റെ തോല് നോട്ടം വെച്ച്, ആടിന്റെ പാല് നോട്ടം വെച്ച് സ്തോത്രം ഒരിടയനും കടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം ഉപദേശിമാരായ നമുക്കുണ്ട്. 2, അകത്തുനിന്ന് ഭിന്നോപദേശം പ്രസ്താവിക്കുന്നവർ എഴുന്നേൽക്കാതിരിക്കാനും സൂക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ജോലിയാണ്. അവിടെയാണ് ശുശ്രൂഷകൻ ഉറക്കളച്ചിരിക്കേണ്ടി വരിക. അവിടെയാണ് ശുശ്രൂഷകൻ ഉറങ്ങാൻ പറ്റാത്ത അനുഭവം ഉണ്ടാവുക. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സ്തോത്രം. ആടിന് അത്രത്തോളം വില കർത്താവ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെയുള്ള അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങളുടെ കാലത്ത് സഭ ക്ഷീണിക്കാൻ പാടില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. സ്തോത്രം. ഇതിനെ എത്തിക്കേണ്ടുന്ന നിലയിൽ എത്തിക്കാതെ നിങ്ങൾ കണ്ണടയ്ക്കാൻ പാടില്ല. എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ മേലാണ്. നിങ്ങളുടെ കരച്ചിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ സഭയ്ക്ക് ക്ഷീണമുണ്ടാകും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ സഭയ്ക്ക് ക്ഷീണമുണ്ടാകും. അതുകൊണ്ട് അവകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവകൾ പരിഹരിക്കപ്പെടുന്നത് വരെ ദൈവസന്നിധിയിൽ നെഹമ്യാവിനെ പോലെ ഉപവസിക്കുവാൻ, എസ്രായെ പോലെ ഉപവസിക്കുവാൻ, ദൈവസന്നിധിയിൽ കരയുവാൻ, നെടുമ്പാട വീഴുവാൻ ദൈവജനം തയ്യാറാകണം. നമ്മളെ കർത്താവ് അനാഥനായി വിടുകയില്ല. കർത്താവിന് സ്തോത്രം ചെയ്യാവോ? സ്തോത്രം. ഞാനിത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. സ്തോത്രം. ദൈവജനം ഉണരുവാൻ തയ്യാറാകണം. ക്ഷീണം വിട്ട് പുറത്തു വരാൻ തയ്യാറാകണം. ദൈവസന്നിധിയിൽ നെടുമ്പാട വീഴാൻ തയ്യാറാകണം. കർത്താവേ, അങ്ങെന്നോട് കൃപ കാണിക്കണമെന്ന് പറയാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. തയ്യാറായേ തീരൂ. അലസതകൾ ഈ ദിവസങ്ങളിൽ മാറണം, മടുപ്പുകൾ മാറണം. കർത്താവിന്റെ സാന്നിധ്യം മടങ്ങി വരുന്നത് വരെ ഞാൻ തിരുസന്നിധി വിട്ട് എഴുന്നേൽക്കില്ലെന്ന് പറഞ്ഞ് നെടുമ്പാടെ വീഴാനും കരയാനും പ്രാർത്ഥിക്കാനും തയ്യാറുമുള്ള ഒരു കൂട്ടം ജനം എഴുന്നേറ്റാൽ കർത്താവിന് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. സ്തോത്രം. അതാ യോശുവ പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിപ്പീൻ, യഹോവ നമുക്ക് വേണ്ടി വലിയവ ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. അതുകൊണ്ട് കോൺസിക്രേറ്റ് അവர்സെൽഫ്, നമ്മളെ തന്നെ ശുദ്ധീകരിപ്പീൻ. താഴോട്ട് വായിക്കും. പുത്രനെങ്കിലും താൻ അനുഭവിച്ച ആ വാക്ക് കേട്ടോണം. പുത്രൻ എങ്കിലും. ഉണ്ടോ? ചുമ്മാ നിസ്സാര കാര്യമല്ല കേട്ടോ. പുത്രനെങ്കിലും അല്ലേ? പിതാവിന്റെ പുത്രനായ ക്രിസ്തുവാണ്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. കണ്ടോ? പുത്രൻ പോലും എന്താ ചെയ്യണ്ടേ?
താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനാവണം. അല്ലേ? നമ്മളെയൊക്കെ കർത്താവിലൂടെ അല്ലേ പുത്രന്മാരാക്കിയുള്ളൂ. അങ്ങനല്ലേ നമ്മൾ ദൈവമക്കളായുള്ളൂ. നമ്മളും അതുപോലെ കഷ്ടങ്ങളിലൂടെ അനുസരണം പഠിച്ചു തികയണം. പ്രൈസ് ദി ലോർഡ്. ഒന്നും പേടിക്കണ്ട. 1-2 തുള്ളി വെള്ളം ഇച്ചിരി തലയെ വീഴത്തേ ഉള്ളൂ. വേറെ ഒന്നും പേടിക്കണ്ട. മരിച്ചൊന്നും പോകത്തില്ല. അല്ലേ? ഇത്ര സൗകര്യമുള്ള പിന്നെ കൺവെൻഷൻ പന്തലൊന്നും എങ്ങും കിട്ടാനില്ല. അല്ലേ? മൊത്തം ഫാനും ഇട്ട് എല്ലാ സൗകര്യത്തോടുകൂടി. പിന്നെ 2 തുള്ളി വെള്ളം വീണെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടുകയൊന്നും വേണ്ട. ഓക്കെ. ഉറങ്ങുന്നവരാണെങ്കിൽ മാറിയിരുന്നു, തലയെ വെള്ളം വീണുന്ന ആ മൂഡ് പോവും. ഓക്കെ. സ്തോത്രം. ശ്രദ്ധിക്കൂ. കണ്ടോ? പുത്രനെങ്കിലും. അപ്പൊ പുത്രൻ പോലും നമുക്ക് വേണ്ടി ശരീരത്തിൽ ജീവിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം? ഇതേ പ്രോഗ്രാമിൽ കൂടാണ് നമ്മൾ പോവേണ്ടത്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിക്കാവോ? 1 പത്രോസ് 2-ാം അധ്യായം 21-ാം വാക്യം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. കണ്ടോ? അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഏതിനായിട്ട്? ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. കണ്ടോ? ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ യേശുവിന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ചു. വളരെ ശ്രദ്ധിക്കണം. സ്വത്രം. ഏലിയും ചർച്ചിലെ വിശ്വാസികൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. സ്വത്രം. ക്രിസ്തു ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. ഇടയിൽ ആരെങ്കിലും വന്ന് മറ്റെന്തെങ്കിലും മാതൃക കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. എങ്ങനെ? വായിക്കേ. അവൻ പാപം ചെയ്തിട്ടില്ല. ഈ ഉറപ്പ് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന നിലയിൽ പാപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപത്തിന് നിരപ്പുണ്ടാകണം. നമ്മുടെ വാക്കുകളിലൂടെ പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ചിന്തകളിൽ പരുവക്കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് ഹിതമല്ലാത്തത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഏറ്റുപറയേണ്ടതും പറയേണ്ടുന്ന എല്ലാവരോടും ഏറ്റുപറയേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടി ദൈവജനം ഈ ദിവസങ്ങളിൽ തയ്യാറാകണം. കർത്താവ് നമുക്ക് കാണിച്ചു തന്നത് അതാണ്. അവൻ പാപം ചെയ്തിട്ടില്ല. നമ്മൾ തെറ്റ് പറ്റിയിട്ടുണ്ടാവാം. കർത്താവ് സകല തെറ്റും പരിഹരിക്കാനാണ് ഇവിടെ ഒരു കൺവെൻഷൻ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. നമ്മൾക്കിതെല്ലാം ആക്സിഡന്റലായി തോന്നിയാലും ദൈവം ഇതെല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് സംസാരിക്കണം എന്നത് പോലും ദൈവം പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത്. സ്വത്രം. ഞാൻ രാവിലെ ഒരുപാട് പ്രിപ്പയർ ചെയ്തു, തിരക്കില്ലെങ്കിൽ പോലും. കർത്താവിന്റെ അടുത്ത് പറഞ്ഞു, യു ഗോ, ഞാൻ സംസാരിച്ചോളാം. സ്വത്രം. അതിന്റെ ബലത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്റെ കയ്യിൽ തുണ്ട് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അവിടേക്ക് എങ്ങും ഞാൻ പോകാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കർത്താവ് എന്നെ ഏൽപ്പിച്ചത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, പാപം ചെയ്യാത്ത ക്രിസ്തു ആ പാത പിന്തുടരാനാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. വൈകി. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ കാണിച്ചു തന്ന മാതൃക ഇതാണ്. അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. പിശാച് നമ്മുടെ നാവിലോ ചിന്തയിലോ, സ്തോത്രം, നമ്മുടെ മസ്തിഷ്കത്തിലോ എപ്പോഴെങ്കിലും വഞ്ചനയുടെ ആത്മാവിനെ കൊണ്ടുവന്ന് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഇത് ഏറ്റുപറയേണ്ടുന്ന സമയമാണ്. സ്തോത്രം. ഏശാവിനെ കുറിച്ച് പറയുന്നു, അവന്റെ ഉള്ളിൽ കയ്പുള്ള വേര് മുളച്ചു. അവൻ ജ്യേഷ്ഠാവകാശം വിറ്റ് തിന്നു. അത് കുഞ്ഞുകളിയല്ല, അല്ലേ? പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് യാക്കോബ്. അവന്റെ അടുക്ക വന്നിട്ട് പറയൂ, എനിക്ക് ഇച്ചിരി പായസം തരൂ. അവൻ പറയാണ്, പായസമൊക്കെ തരാം, എനിക്ക് നിന്റെ ജ്യേഷ്ഠാവകാശം തരണം. അവൻ എന്നാ പറഞ്ഞെന്നറിയാവോ? എനിക്ക് ജ്യേഷ്ഠാവകാശം എന്തിന്? കണ്ടോ? കർത്താവ് ഏൽപ്പിക്കുന്ന പണി ചെയ്തില്ലെങ്കിൽ അതിന് വില കൊടുക്കേണ്ടി വരും. ചിലരെങ്ങനെ സൺഡേ സ്കൂൾ ടീച്ചറായിട്ട് കർത്താവ് ഏൽപ്പിച്ചാലും അവർ ചെയ്യല. ചിലരെ കർത്താവ് ഹെഡ് മാസ്റ്ററായിട്ട് ഏൽപ്പാട് ചെയ്യും. കർത്താവ് ചെയ്യുന്നതാണ്. 10 പ്രാവശ്യം പാസ്റ്റർ എടുത്തെന്ന് പറയും, പാസ്റ്റർ എനിക്കിത് താല്പര്യമില്ല. ആഹാ, അതുകൊള്ളല്ലോ, അല്ലേ? ദൈവം നിങ്ങളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പണി ചെയ്യണം, അല്ലേ? ചർച്ചിൽ തൂക്കാൻ വേണ്ടി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് ഡു ദാറ്റ്. പാവിരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് ഡു ദാറ്റ്. സങ്കീർത്തന പ്രബോധനത്തിന് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, അല്ലേ? അതിന് അവസരം തന്നാൽ നിങ്ങൾ വിടുകയില്ല എന്ന് എനിക്കറിയാം, അല്ലേ? കാരണം ആൾക്കാരുടെ വിചാരം സ്റ്റേജ് ഷോ ഏതാണ്ട് കൊള്ളാന്നുള്ളതാണെന്നും, അല്ലേ? ടോയ്ലറ്റ് കഴുകുന്നത് അത്ര മോശമാണെന്നാണ് ആൾക്കാരുടെ ചിന്ത. നോ, ദൈവം നിങ്ങളെ ഏത് പണിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? അത്യല്പത്തിൽ വിശ്വസ്തനാണോ, ദൈവം നമ്മളെ അധികത്തിൽ വിചാരകനാക്കും. സ്തോത്രം.
അതുകൊണ്ട് അവിശ്വസ്തത ആരുടെ കൈക്കാ വന്നതെന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. സ്തോത്രം. എല്ലാവരും കൈമലർത്തി അറിഞ്ഞൂടാതൊന്നും പറയണ്ട. അവിശ്വസ്തത ആരുടെ പക്കൽ നിന്നാണ് വന്നത്? ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തയ്യാറാകണം. കർത്താവിന് ചിലത് ഇതിനകത്ത് ചെയ്യാനുണ്ട്. ദൈവം ഇതിനകത്ത് ചിലത് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർത്താവാണ്. ആ ദൈവത്തിന്റെ കരം ദേശത്തിൽ ഉയർന്നിരിക്കും. അതിനെ താഴ്ത്തുവാൻ ആർക്കുമാവില്ല. അവിശ്വസ്തത ആരുടെ പക്കൽ നിന്നാണ് വന്നിട്ടുള്ളത്? ദൈവസന്നിധിയിൽ ഏറ്റു പറയുക, കർത്താവേ, എനിക്ക് വീഴ്ച പറ്റി, എനിക്ക് തകരാറ് പറ്റി, എന്നെ ഏൽപ്പിച്ച ജോലിയിൽ നിന്ന് ഞാൻ സ്തോത്രം എന്താ പറയാ വിശ്വസ്തനായിരുന്നില്ല. സ്തോത്രം. ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. അതാരാണോ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് അവർ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റൂ. നമ്മുടെ പ്രശ്നം ഉത്തരവാദിത്വം തട്ടിക്കളയും. ഞാൻ സുൽപാസ്റ്റർ തലയിലിട്ട് കൊടുക്കും, സുൽപാസ്റ്റർ വേറൊരാളുടെ തലയിലിട്ട് കൊടുക്കും. മനസ്സിലാണ്ടോ? ആരും ഏറ്റെടുക്കുകയല്ല. അപ്പമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുട്ട കൊണ്ട് കാണിച്ച് എടുത്തോളും അല്ലേ? കുറ്റമാണ് വരുന്നതെങ്കിൽ നമ്മൾ വോളിബോൾ തട്ടുമ്പോൾ തട്ടി തട്ടി വിട്ട് കളയും. അങ്ങനെ വിടരുത്. ഏതെങ്കിലും നിങ്ങൾക്ക് അറിയത്തില്ലേ, കർത്താവ് വന്നിട്ട് മനുഷ്യനോട് ചോദിച്ചു, നീ എവിടെ? നമ്മളിവിടെ ഇരിക്കുകയാണ്. ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ് തിന്നോ? എവിടെ തന്നു? തിന്നു. അണ്ട അതുപോലെ പുള്ളിയേറ്റ് പറഞ്ഞില്ല, ഞങ്ങൾ തിന്നുപോയി കർത്താവേ. അതാണ് പുരുഷന്റെ ലക്ഷണം. മേളിൽ ഫ്രണ്ടിൽ കയറുന്നിട്ട് പറയണം, ഞങ്ങൾക്ക് തെറ്റുപറ്റി. കർത്താവ് അവിടെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തേനെ. പക്ഷെ അവൻ അവളുടെ തലയെ കൊണ്ടുവച്ചു. അവൾ ചോദിച്ചോ പറഞ്ഞു, അവളുടെ ചോദിച്ചോ പറഞ്ഞു, പാമ്പിന്റെ തലയെ കൊണ്ടുവച്ചു കൊടുത്തു. പിന്നെ കർത്താവ് പാമ്പിന്റെ പിറകെ പോയില്ല. സ്തോത്രം. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. തെറ്റ് പറ്റാത്ത മനുഷ്യനില്ല. പക്ഷെ നമ്മൾ ഏറ്റുപറയണം. ലംഘനം ക്ഷമിക്കാൻ പാകത്തിന് നമ്മൾ ഏറ്റുപറയണം. ലംഘനം മറയ്ക്കുന്നവന് ശുഭം പിടിക്കുകയല്ലെന്നാ പറയുന്നേ അല്ലേ? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എണ്ണം പിടിക്കുകയല്ലെന്നാ പറയുന്നേ. അതുകൊണ്ട് ഏറ്റുപറയണം. ഒരു കുഴപ്പമില്ല. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിശ്ചയമായും എനിക്ക് ഉറപ്പുണ്ട്. സ്തോത്രം. ഞാൻ മുമ്പിലേക്ക് വരട്ടെ. വായിക്ക്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കുന്നു. കണ്ടോ? യേശപ്പൻ നമുക്ക് വേണ്ടി ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കുക. ആ മാതൃക വിട്ട് മറ്റെങ്ങും കാല് വെക്കരുത്. അവിടെ തന്നെ കാല് വെക്കണം. ക്രിസ്തു വെച്ചെന്ന മാതൃക നമുക്ക് അറിയാലോ. പാപം ചെയ്തിട്ടില്ല. യേശു ക്രിസ്തു പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും. ഇതാ നമുക്കുള്ള ക്വാളിറ്റി, ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി. ഇപ്പൊ എന്തുണ്ടായി എന്ന് എനിക്കറിയില്ല. ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. ഇനി ഹല്ലേലൂയ ഒന്നും പറയാൻ ഞാൻ പറയുന്നില്ല. അതിനാണ് ചെറിയൊരു മഴ കർത്താവ് തന്ന. ഒന്ന് തണുത്തോട്ടേന്നും വെച്ച് അല്ല, ഞരമ്പ് പൊട്ടണ്ടെന്നും വെച്ചിട്ട് ഇച്ചിരി തണുത്തോട്ടേന്നും വെച്ച് തന്നതാ. സ്തോത്രം. വെളിയിൽ ആരൊക്കെ ഇരുന്ന് കേൾക്കുന്നവരുണ്ടായിരുന്നു വല്ല ബോക്സിന്റെ ചുവട്ടിലേക്ക്. അതിനെല്ലാം ഓടിക്കാനാ മഴ പെയ്യിപ്പിച്ചത്. സ്തോത്രം. കേക്ക് ശകാരം വായിക്ക്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും. ഉറപ്പ് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതോ 10 പറഞ്ഞ് ഇനി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് ഇരിക്കുന്നത്? വായി തുറച്ചിട്ടിരിക്കുകയാണ്. ഇനി വന്നാലും പറയും. ആ കേസ് ഒന്നും കർത്താവ് എടുക്കുകയല്ല. സ്തോത്രം. ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും. തിരിച്ച് ഭീഷണിപ്പെടുത്തിയില്ല. അതാ വാക്കിന്റെ അർത്ഥം. തിരിച്ച് ഭീഷണിപ്പെടുത്തിയില്ല. കഷ്ടപ്പെടുത്തി തിരിച്ച് കാണിക്കലടാ എന്ന് പറഞ്ഞില്ല. അതൊക്കെ പറഞ്ഞു പാസ്റ്ററേ. പ്രൈസ് ദി ലോർഡ്. ഇനി രക്തത്തിൽ ആശ്രയിച്ചിരിക്കുക. വായിക്കേ. ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കത്രേ ചെയ്തത്. അങ്ങനെ തന്നെയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇന്ന് ഭരമേൽപ്പിക്കണം. സ്തോത്രം. ഇല്ലെങ്കിൽ ഈ കണക്ക് ഇത് നമുക്കെതിരായിട്ട് ഉരുളും. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? കാരണം നമുക്കെതിരായിട്ട് ഉരുളും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടുന്നുണ്ടോ? ആരും തലയിൽ വെക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ശിക്ഷാവിധി നമുക്കെതിരെ വരും. വരാതിരിക്കേണ്ടതിന് ഒരു മടങ്ങി വരവിന് ഈ രാത്രി തയ്യാറാവണം. വായിച്ചോട്ടേര്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, നമ്മൾ നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ, യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. പ്രൈസ് ദി ലോർഡ്. പകരം ഭീഷണിപ്പെടുത്താൻ നിൽക്കാതെ യേശു ക്രൂശിലേക്ക് കയറി. യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപുരോഹിതന്റെ അടുത്ത് യേശുവിനെ വേണമെങ്കിൽ ദേഷ്യപ്പെടാം. നീ ഓടാന്ന് പറയാം. നീ വെറും പുരോഹിതനാണ്, ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന മഹാപുരോഹിതനാണെന്ന് വേണമെങ്കിൽ യേശുവിന് പറയാം. യേശു പറഞ്ഞില്ല. സ്തോത്രം. ലഗിയോന്റെ സൈന്യത്തെ ഇറക്കാൻ കർത്താവിന് പറ്റും. കർത്താവ് തയ്യാറായില്ല. കൂടെ നിന്ന പത്രോസ് ചാടിക്കേറി ഒരു വെട്ടുവെട്ടി കാതറുത്ത് തറയിലിടുമ്പോൾ അതിനെടുത്ത് തിരിച്ചു വെച്ചു കൊടുത്തതാണ് നമ്മുടെ കർത്താവ്.
ആ ഒരു ആത്മാവാണ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നതെങ്കിൽ നമ്മൾ മരണം കൊണ്ട് അവസാനിച്ചു പോകുന്നതല്ല, ഒരു ഉയർപ്പിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കും. ഇവിടം കൊണ്ടെല്ലാം അസ്തമിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, എല്ലാം നാശമായി പോയി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇവിടെ മുതലൊരു ഉയർപ്പിന്റെ ആത്മാവ് കർത്താവ് നമ്മുടെ മേൽ അയക്കും. സ്തോത്രം. പക്ഷെ നമുക്കൊരു മടങ്ങിവരവ് ഉണ്ടായേ പറ്റൂ, നമുക്കൊരു തിരിച്ചുവരവ് ഉണ്ടായേ പറ്റൂ. വീഴ്ചകൾ മുഴുവൻ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞേ പറ്റൂ, കരയാൻ തയ്യാറായേ പറ്റൂ, ശുദ്ധീകരണത്തിന് തയ്യാറായേ തീരൂ. സ്തോത്രം. അതാ ക്രിസ്തുവോട് ചെയ്തിരിക്കുന്ന കാര്യം. 3-ാം അധ്യായത്തിലേക്ക് കടക്കൂ. 3-ാം അധ്യായത്തിലേക്ക് പോട്ടെ. ആദ്യത്തെ 2 വാക്യം വിട്ടു വായിക്കേ, അല്ലെങ്കിൽ അത് ഭാര്യമാരെ കുറിച്ച് പറയുന്നതാണ്, നമുക്കത് വേണ്ട. നിങ്ങളുടെ അലങ്കാരം അയ്യോ അതൊന്നും വേണ്ട. സ്തോത്രം. എട്ട് വിട്ട് വായിക്കേ. തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും. സിമ്പിൾ അല്ലേ? എന്തൊക്കെ വേണം? ഒന്നുകൂടി വായിച്ചോളാം. തീർച്ചയ്ക്ക് ഉറപ്പായിട്ട് എല്ലാവരും, 5-6 പേർക്കല്ല, ചിരിയും വരുന്നു. എല്ലാവരും ഐകമത്യം നടക്കും തോന്നുന്നുണ്ടാ? പിന്മാറ്റത്തിന് ഐകമത്യം വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, നിങ്ങൾക്കറിയാവോ? ഇസ്രായേൽ മക്കളെ കൊണ്ട് മോശ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ അവരൊരു ഗ്രൂപ്പ് കൂടി നമുക്ക് പുറകോട്ട് പോകാന്ന് പറഞ്ഞു. ഭയങ്കര ടീം കൂടി കളഞ്ഞു. ശ്രദ്ധിക്കുന്നുണ്ടോ? അവരുടെ ഐക്യത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോഴേ ചില ഭാഗങ്ങളെത്തുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. കർത്താവ് പോലും ചില സ്ഥലത്ത് പകച്ചു നിൽക്കുകയാണ് ഈ ജനത്തിന്റെ ഐക്യത കാണുമ്പോൾ, പാപം ചെയ്യാനുള്ള ഐക്യത കാണുമ്പോൾ. സ്തോത്രം. ദൈവജനത്തിനാണ് ഈ സാധനം വേണ്ടത്. ഇത് തരാനാ കർത്താവ് ക്രൂശിൽ മരിച്ചത്. അവിടെ പറഞ്ഞുണ്ടോ? തീർച്ചയ്ക്ക് എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദര സ്നേഹവും മനസ്സലിവും എല്ലാവരും ചിരിക്കുകയാണ്. സ്തോത്രം. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചത്, അതിനാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. വർഷം നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ പറയാൻ, ഞാൻ രക്ഷിക്കപ്പെട്ട് ഇത്ര കൊല്ലമായി. ഈ വിനയബുദ്ധി ഇല്ലെങ്കിൽ പണിപാളി. സ്തോത്രം. ക്രിസ്തു അതിനായിട്ടല്ലോ മരിച്ചത്. ആ ബുദ്ധിയോടെ ഒരുങ്ങിയിരിക്കുന്നവരെ ചേർക്കാനാണ് കർത്താവ് 2ാമത് പ്രത്യക്ഷനാകും എന്ന് പറയുന്നത്. മനസ്സിലുണ്ടോ? ആ ക്രൂശീകരണ മേഖലയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു, ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. നമുക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് പാപം ചെയ്യാനുള്ള ക്വാളിറ്റി ആയിരുന്നു. മനുഷ്യനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ക്വാളിറ്റി 1 പാപം ചെയ്യാനുള്ള ക്വാളിറ്റി, 2 തന്നെത്താൻ നഗ്നത മറയ്ക്കാനുള്ള ക്വാളിറ്റി, 3 ദൈവത്തിൻ്റെ അടുത്തുനിന്ന് ഓടിപ്പോകാനുള്ള ക്വാളിറ്റി. ഇത് 3 നമുക്കുണ്ടായിരുന്ന ക്വാളിറ്റീസ്. പാപം ചെയ്യാനുള്ള ടെൻഡൻസി, തന്നെത്താൻ പാപം മറയ്ക്കാൻ. നിങ്ങൾക്കറിയാലോ, ഏദൻ തോട്ടത്തിൽ തന്നെത്താൻ അവര് അത്തിയില കൊണ്ട് നഗ്നത മറയ്ക്കാൻ ശ്രമിച്ചു. സൂര്യൻ ഉദിച്ചപ്പോ എല്ലാം കരിഞ്ഞു എന്നാ പറയുന്നേ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ തന്നെത്താൻ പാപം മറയ്ക്കാൻ ശ്രമിക്കരുത്, ഉടായിപ്പുകൾ പറയാൻ ശ്രമിക്കരുത്. അയാൾ അങ്ങനെ പറഞ്ഞോണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഒരു ന്യായവും ഇല്ല, ഒരു ന്യായവും ഇല്ല. സ്തോത്രം. വചനം ഞാനെപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, പേരമരത്തെ നമ്മൾ വെട്ടുകത്തി കൊണ്ട് വെട്ടി നോക്കിയേ, പേര കൊള്ളും. ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു നോക്കിയേ, മൂപ്പരൊന്നും പറയില്ല. കായ്ക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് പേരക്കേ കായ്ക്കുള്ളൂ. നിങ്ങൾ വെട്ടിയെന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് വേറെന്തെങ്കിലും കായ്ക്കത്തില്ല. നിങ്ങൾ ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ട് പുള്ളി ദേഷ്യപ്പെട്ടിട്ട് കാഞ്ഞിരം കുരു കായ്ക്കത്തില്ല. കായ്ക്കാനാകുമെങ്കിൽ പേരക്കയെ കായ്ക്കുള്ളൂ. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഏത് കായ്ക്കുമെന്ന് പറയാൻ ഒക്കൂല, അല്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ പോലെ അതത് വർഷം അതത് മാസം പുതിയ ഫലം കായ്ക്കുമെന്ന് പറഞ്ഞ പോലെ ഈ സാധനം ഏത് കായ്ക്കുമെന്ന് അറിയാൻ ഒക്കൂല, അത് നടക്കുകയല്ല. സ്തോത്രം. നമുക്ക് കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ, വിനയമാണ് കായ്ക്കേണ്ടതെങ്കിൽ അത് കായ്ച്ചേ പറ്റൂ, ആര് തല വെട്ടിയാലും. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഒരുപാട് എന്താ പറയുക ആത്മീകനായതെന്ന് എനിക്ക് തോന്നുന്നു. ചില ചിരിക്കുകയാണ്. കാരണം നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി എന്താ പറയുക കമൻറ്റ് വായിച്ചു നോക്കിയാൽ മതി. തെറി എന്ന് പറഞ്ഞാൽ എന്തൊരു തെറി എന്നറിയാമോ? എനിക്കത് വായിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം, ഒരു വിനയം. അവരുടെ വിചാരം തെറി വിളിക്കുമ്പോൾ എനിക്ക് ഏക്കുമെന്നാണ്. കൃപയാൽ എനിക്കിതുവരെ ഏറ്റിട്ടില്ല, ഏക്കത്തുമില്ല.
അത്തരത്തിലൊരു തൊലിക്കെട്ടി കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അവർ എന്തെല്ലാം വിളിച്ച് പറയുകയാണ്. അവിടെയാണ് നമ്മൾ അവരറിവില്ലാത്തവരാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാവണം. അവരെ പിന്നെ ശരിയാക്കാനൊന്നും നടന്നിട്ട് കാര്യമില്ല. അവർ ചീത്ത വിളിക്കട്ടെ. അവരുടെ ഓരോ ചീത്ത വിളിക്കും എനിക്ക് 1 രൂപയാണ്. 100 ചീത്തയാകുമ്പോൾ എനിക്ക് 100 രൂപ കിട്ടും. ഇനി ആരും വിളിക്കുകയല്ല ഇത് കേട്ടിട്ട്. അങ്ങനെ വിളിക്കാതിരിക്കരുത്. മാക്സിമം നിങ്ങൾ വിളിക്കണം. ദൈവമക്കളെ, നമ്മുടെ രീതി മാറണം, നമ്മുടെ സ്വഭാവം മാറണം. ദൈവമക്കളെ, മാറണം. വയസ്സാകുന്നതനുസരിച്ചിട്ടല്ല, നമ്മൾ കർത്താവിലാകുന്നതനുസരിച്ചിട്ട് നമ്മുടെ സ്വഭാവം മാറണം. നമ്മളിലൊരു രൂപാന്തരം വരണം. നമ്മളിൽ വിനയം വർക്കൗട്ട് ആകണം. നമ്മൾ ദൈവമക്കളായി മാറണം. സ്തോത്രം. അപ്പോൾ ഇവിടെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ ദൈവമക്കളാക്കി മാറ്റുകയാണ്. നമ്മുടെ 3 ക്വാളിറ്റി ഞാൻ പറഞ്ഞു. പാപം ചെയ്യാനുള്ള ടെൻഡൻസി ക്രിസ്തുവിലാകുന്നതോടുകൂടി അത് മാറുകയാണ്, അല്ലേ? നമ്മൾ സ്വാതന്ത്ര്യം പറയും. അതാണ് എഫേസ്യർ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്. ഒന്ന് വായിക്കോ. എഫേസ്യർ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മൾ എന്ന് പറഞ്ഞാൽ, അതിക്രമം കൊണ്ടും പാപം കൊണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നവരായ നമ്മളെ കർത്താവ് തന്റെ രക്തത്താൽ പിതാവിനോട് അടുപ്പിച്ചു. കണ്ടോ? ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മളെ പിതാവിനോട് അടുപ്പിച്ചു. പിന്നെ നമ്മൾ എന്തിനാണ് പാപത്തിൽ തുടരേണ്ടുന്ന കാര്യം? പാപം ചെയ്യാനുള്ള ടെൻഡൻസി പിന്നെയും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനാണ്? അത് മാറ്റാനാണ് കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്. ആ ശക്തി നമ്മുടെ മേൽ പകരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് നമ്മുടെ മേൽ ആവോളം സ്വതന്ത്രം വ്യാപിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുത്താൽ നമ്മുടെ കോശങ്ങളെ വരെ പാപത്തിൽ നിന്ന് മാറ്റാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. അതിനാണ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ കർത്താവ് പകരുന്നത്. നമ്മൾ എന്തിനു വളം കൊടുക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ വളർച്ച. വായിക്കേ. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതി. കണ്ടോ? ഈ ലോകത്തിന്റെ കാലഗതി. അതാണ് കാലഗതി അനുസരിച്ച് സ്വഭാവം മാറും. എതിരെ വരുന്ന ആള് ചിരിച്ചാൽ നമ്മൾ ചിരിക്കും. അയാൾ മുഖം കനപ്പിച്ചാൽ നമ്മൾ കനപ്പിക്കും. അയാൾ തെറി വിളിച്ചാൽ നമ്മളും തെറി വിളിക്കും. ആഹാ, പിന്നെ രക്ഷിക്കപ്പെട്ടത്. ചിലരിങ്ങനെ മുഖമൊക്കെ വലിച്ചു കെട്ടി പോകുന്ന പോക്ക് അവർക്ക് ചിരി വരും, അല്ലേ? ഇവരെന്തിനാണ് ഇത്ര ഇങ്ങനെ ശ്വാസം മുട്ടി പോകുന്നത്? ആകെ 10-15 കൊല്ലം കൂടെ ഇവിടെ കിടക്കാൻ പോകുന്നുള്ളൂ. ഇത്രയും ശ്വാസം മുട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. സ്തോത്രം. ഇതൊരു മസിൽ പിടുത്തമാണ്. ഇവിടെ മൊത്തം പിടിച്ചു നിൽക്കാന്നൊന്നും ആരും വിചാരിക്കരുത്. ഒരു കളിയും നടക്കില്ല. മാക്സിമം പേരുടെ സന്തോഷമായിട്ട് ചിരിച്ച് ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക, പിണക്കങ്ങൾ ഒഴിവാക്കുക. പിന്നെ ചിലർക്ക് അങ്ങ് പിണങ്ങിയേ പറ്റും. അവർ പിണങ്ങിക്കൊണ്ടിരിക്കട്ടെ. നിങ്ങൾ മിണ്ടാൻ ശ്രമിക്കുക, നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. അവർ തീർത്തും തല തിരിഞ്ഞു പോവുകയാണെങ്കിൽ അവർ പോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതാ വചനം പറയുന്നത്, കഴിയുന്നിടത്തോളം എല്ലാവരോടും ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കാം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പൊ കർത്താവിനെ കാണാൻ വേണ്ടിയാ നമ്മൾ മെനക്കെട്ട് നിൽക്കുന്നത്. കാണാൻ വേണ്ടിയല്ല, കർത്താവിനോടുകൂടി വസിക്കാൻ വേണ്ടി. സ്വതന്ത്രം. അപ്പൊ കഴിയുന്നിടത്തോളം എല്ലാവരോടും ശുദ്ധീകരണം പ്രാപിക്കണം. കണ്ടോ? ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്ന നമ്മളെ യേശുവിന്റെ രക്തത്താൽ ദൈവത്തോട് അടുപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇതിനെ പാപം ചെയ്യുന്ന ടെൻഡൻസി കൊണ്ട് നടക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം സ്വന്തമായിട്ട് പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ശ്രമമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ പാപം പതുക്കെ അങ്ങ് മൂടി വെക്കാനുള്ള ശ്രമം, അത് മാറ്റണം. അതും മാറ്റി കർത്താവിന് തന്നെ ആ പണി ഏൽപ്പിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായിരിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കൂ. യോഹന്നാൻ എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്ന. സത്യത്തെ അറിഞ്ഞിരിക്കുന്നവരെല്ലാവരും സത്യത്തെ സ്നേഹിക്കുന്ന മാന്യ നായികയാർക്കും. എവിടെ വായിക്കുന്നേ? 1 യോഹന്നാൻ 2-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ പറഞ്ഞ മാറിപ്പോയോ? അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല. നമ്മുടേതിന്. കണ്ടോ? അവൻ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം. പിന്നെ നമ്മൾ എന്തിനാണ് പാപത്തിന്റെ ടെൻഡൻസി കൊണ്ട് നടക്കുന്നത്, അല്ലേ? എനിക്ക് ശരീരത്തിന് ക്ഷീണം ഉണ്ടായി, സുനിൽ പാസ്റ്റർ എനിക്ക് രക്തം തന്നു, എന്റെ രക്തം എന്റെ മേലില് എന്താ പറയാ അത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ക്ഷീണത്തിൽ നിന്ന് മാറി. പിന്നെ ഞാൻ എന്തിനാ ക്ഷീണിതനായി നടക്കുന്നത്? ക്ഷീണിതനായി നടക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം സുനിൽ പാസ്റ്റർ തന്ന രക്തം ഞാൻ എന്നിലേക്ക് സ്വീകരിച്ചില്ല എന്നാണ്. സ്വീകരിച്ചു എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്നിൽ ശക്തി അത് വരും. ആ രക്തം കൊണ്ടുവരുന്ന ജീവൻ എന്നിൽ ഉണ്ടാകും. ഇത് യേശുക്രിസ്തു നമ്മുടെ പ്രായശ്ചിത്തമായിട്ടും പിന്നെയും നമ്മൾ എന്തിനാണ് പാപത്തിൽ തുടരുന്നത്? പിന്നെയും പാപത്തിന്റെ വാസന മാറാതിരിക്കുന്നത് എന്ത്? മാറുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം സ്വീകരിക്കേണ്ട പോലെ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. സ്തോത്രം. കേട്ടോളൂ, വായിക്ക്.
അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. പ്രായശ്ചിത്തമാകുന്നു. 4:10 അത് തന്നെയാണ് പറയുന്നത്. വേണമെങ്കിൽ ഒന്ന് വായിച്ചോളൂ. 4:10 വായിച്ചോളൂ. താങ്ക് യു ജീസസ്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച്. കണ്ടോ, നമ്മൾ അങ്ങോട്ട് കയറി സ്നേഹിച്ചതല്ല, ദൈവം നമ്മളെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ. ആ വാക്ക് അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാണ്. കണ്ടോ, അയച്ചത് എന്തിനാ? നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തത്തിന് അയച്ചത്. മുട്ടുവേദന മാറ്റാനോ പനി മാറ്റാനോ തലവേദന മാറ്റാനോ ഒന്നുമല്ല. നമ്മൾ പിന്നെ അതിന് ഉപയോഗിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. കർത്താവ് അയച്ചത് നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തം. ബട്ട് സ്റ്റിൽ നൗ പാപത്തിന് പ്രായശ്ചിത്തം വന്നിട്ടില്ല. അതാ പ്രശ്നം. മുട്ടുവേദന മാറുന്നുണ്ട്, രോഗങ്ങൾ മാറുന്നുണ്ട്. ക്രിസ്തുവിനെ കൊണ്ട് ഏതാണ്ടൊക്കെ കാര്യങ്ങളും ആൾക്കാർ ചെയ്തെടുക്കുന്നുണ്ട്. ആൾക്കാർ പറയാറുണ്ട്, ഞാൻ എന്റെ ഇന്ന കാര്യം നടന്നാൽ പള്ളിയിൽ പുൽപ്പിറ്റ് വാങ്ങിച്ചു കൊടുക്കും. ഇതെന്ത് ദൈവമാണ്? സ്തോത്രം. അങ്ങനെ പുൽപ്പിറ്റിലെ ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നയാളിന്റെ വകയെന്ന്, അല്ലേ? ഫാനിൽ അടുത്ത കുറെ കാലങ്ങൾക്ക് മുമ്പ് ചർച്ച് പൊളിക്കുന്ന സമയത്ത് ഫാനുകളെല്ലാം അഴിച്ചിറക്കിയപ്പോൾ ഞാൻ നോക്കിയോ, ഫാനിന്റെ ബാക്കിലെല്ലാം ആൾക്കാരുടെ ഇത് എഴുതി വെച്ചിരിക്കുക, പേരെഴുതി വെച്ചിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? ചിലർക്ക് അങ്ങനെ എഴുതിയേ പറ്റത്തുള്ളൂ. ചിലരുണ്ടാക്കി കൊടുത്തിട്ടുള്ള കസേരയുണ്ട്, അത് സ്റ്റേജിൽ തന്നെ ഇട്ടാലേ പറ്റത്തുള്ളൂ. അതിനു വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയില്ലൊന്നും. സ്തോത്രം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്നെ പരുവക്കേടില്ലാതെ വണ്ടി കയറ്റിവിടാൻ കൃപ കാണിക്കണം. ദൈവമക്കളെ, കർത്താവിന് കൊടുക്കുന്നത് അങ്ങ് കൊടുത്ത് കളഞ്ഞേക്കണം. പിന്നെ അവിടെ അതിന്റെ പുറകിൽ പേരെഴുതാനൊന്നും നടക്കരുത്. അതൊക്കെ കൊടുത്തേക്കണം, അല്ലേ? പിന്നെ ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ എൻ്റെ കസേരയാണ്, ഇയാൾ അതിലിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോക്ക് നടക്കുകയല്ല. നിങ്ങൾ മേടിച്ച് കൊടുത്തില്ലേലും വേണ്ടതല്ല, ഈ പരിപാടിക്കൊന്നും പോകരുത്. കർത്താവിനെ സോപ്പിട്ടൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഒരു കർത്താവ് നമുക്കില്ല. അത് പിശാചാണ്, അല്ലേ? നിങ്ങളൊരു നാളികേരം എറിഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ പ്രശ്നത്തിന് സോൾവ് ഉണ്ടാകുന്ന കർത്താവിന് നാളികേരമൊന്നും വേണ്ട. കർത്താവിന് ആവശ്യം എന്നെ നിങ്ങളെയുമാണ്. സ്വതന്ത്രം. നമ്മുടെ കർത്താവിനെ നിങ്ങൾ കുപ്പിക്കകത്താക്കാമെന്ന് പ്രതീക്ഷിക്കരുത്. നമുക്ക് മലയാളികൾക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്. ബാലരമയിൽ മായാവി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട്, അല്ലേ? ആ കുട്ടൂസനും ഡാഗിനിയും കൂടെ ചേർന്ന് ഇതിനെ കുപ്പിക്കകത്ത് അടയ്ക്കും. അതാണ് ആ കഥയുടെ ഇതിവൃത്തം. അവസാനം ആകുമ്പം കുപ്പി തുറന്ന് അങ്ങനെ ഇറങ്ങിപ്പോവും. അങ്ങനെയാണ് കഥ തീരുന്നത്. സ്വതന്ത്രം. അതുപോലെ കർത്താവിനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെറിയ നൈസ് പരിപാടിയൊക്കെ ചെയ്ത് കൊണ്ടുപോകാം എന്ന് വിചാരിക്കരുത്. കർത്താവിന് അങ്ങനെ ഇവിടെ ഒന്നും വേണ്ട. സ്തോത്രം. ഞാൻ അതൊക്കെ വിടുകയാണ്. വൈകി നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച്. കർത്താവ് നമ്മളെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ. കണ്ടോ, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. കണ്ടോ, ഇതാണ് നമ്മൾ എബ്രായർക്ക് ലേഖനം 9:28 വായിച്ചത്. അവൻ നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടു. ഇവിടെ പറയാണ്, പുത്രനെ പിതാവ് അയച്ചു. യോഹന്നാനും ഇത് 3:16 പറയുന്നു, അയച്ചു. സ്തോത്രം. വളരെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. കർത്താവിനെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാകാൻ പിതാവ് അയച്ചതാണ്. അതിന്റെ ഫുൾ ബെനിഫിറ്റ് നമുക്കുണ്ടാവണം. മുട്ടുവേദന മാറിയില്ലെങ്കിലും വേണ്ടില്ല, രോഗസുഖം തരാൻ വേണ്ടി ഒന്നല്ല യേശുവിനെ അയച്ചത്. സ്വതന്ത്രം. പനി മാറിയില്ലെങ്കിലും വേണ്ടില്ല, കടം മാറിയില്ലെങ്കിലും വേണ്ടില്ല, അതൊക്കെ അതിന്റെ വഴിക്ക് മാറിക്കോളും. ഈ പാപമോചനം ഉണ്ടാവണം, ഈ ശുദ്ധീകരണം നിർബന്ധമായി ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ പരാജയം നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും. ബാക്കി ഒന്നും വിഷയമല്ല. നമ്മുടെയൊക്കെ ആൾക്കാരൊക്കെ ചെല്ലുമ്പോൾ പറയുന്നത്, അവരുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത്, ഇതെല്ലാം പ്രാർത്ഥിച്ച് വാങ്ങിച്ചതാണ്. അങ്ങനെ കർത്താവ് കൊടുക്കാൻ വേണ്ടി കൗണ്ടർ വെച്ചിട്ടില്ല, അല്ലേ? ഇവിടെ അംബാനി പ്രാർത്ഥിച്ചാണോ മേടിച്ചത്? ബിൽഗേറ്റ്സ് പ്രാർത്ഥിച്ചാണോ മേടിച്ചത്? ഇവരൊന്നും പ്രാർത്ഥിച്ച് മേടിച്ചല്ല. ഇനി കർത്താവിന്റെ അടുത്ത് പിശാച് വന്നിട്ട് പറയാണ്, ഒന്ന് വീണ് നമസ്കരിച്ചാൽ മൊത്തം തരാന്ന്. ഇതുപോലെ കർത്താവ് ആരടുത്തും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ തരാമെന്ന് കർത്താവ് ആരടുത്തും പറഞ്ഞു. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പം പോലും പറഞ്ഞത് സിമ്പിളായിട്ടാണ് പറഞ്ഞു വിട്ട് കളഞ്ഞത്. എന്തുവാണ്? അന്നന്നേക്കുള്ള ആഹാരം തരണമേ. നമ്മളിലിരിക്കുന്ന അന്നന്നേക്കുള്ള ആഹാരമാണോ? അല്ല. 3-4 തലമുറയ്ക്കുള്ളത് കുറഞ്ഞത് എല്ലാവരുടെയും കയ്യിൽ കാണും. ഇത് ചെലവാക്കത്തുമില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മിക്കവാറും ചെലവാക്കത്തില്ല. അതിങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കും, ഒട്ടും കളയാല. സ്വത്രം. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാര്യമില്ല. സ്വത്രം. ധനം നമുക്ക് വിനിയോഗിക്കാനുള്ളതാണ്. വിനിയോഗിച്ച് ജീവിക്കണം നമ്മൾ, സന്തോഷത്തോടെ ജീവിക്കണം നമ്മൾ. ചിലർ ദശാംശം പോലും വെക്കത്തില്ല, അതുവരെ പിടിച്ചു വെച്ച് ജീവിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഞാനതുകൊണ്ട് ചർച്ചിൽ ദശാംശം എടുക്കൽ പരിപാടി ഒന്നുമില്ല.
ഒരു ബോക്സ് അടിച്ച് ബാക്കിൽ കൊണ്ട് വച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇടാം, ഇല്ലാത്തവർക്ക് വേണ്ട. മനസ്സിലുണ്ടോ? ചിലരിങ്ങനെ ആലോചിക്കണം, അത് കൊള്ളായിരുന്നു. പഴയ പള്ളിയിൽ അങ്ങനെ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ദൈവമക്കളെ, നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരാവണം. കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പരിജ്ഞാനമുള്ളവരാവണം. ക്രിസ്തു ഭൂമിയിൽ വന്നതിൻ്റെ മുഴുവൻ ഗുണം എനിക്കുണ്ടാവണം. ഇന്ന് രാത്രിയിൽ നമ്മളത് തീരുമാനിക്കണം. അതിൻ്റെ മുഴുവൻ ഗുണം എനിക്കുണ്ടാവണം. എനിക്കുണ്ടായേ പറ്റൂ. ക്രിസ്തു വരുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് അറിയാവോ? തൊട്ടടുത്ത വാക്യത്തിൽ പറഞ്ഞെങ്ങനെയാ? അവൻ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. മാന്യ ദൈവമക്കളെ, നമ്മൾ സിമ്പിളായിട്ടങ്ങ് പറഞ്ഞു വിട്ടേ. ഞാൻ നിങ്ങൾക്ക് മുട്ടുവേദന മാറിയോ, പനി മാറിയോ, വീട് കിട്ടിയോ, കാറ് കിട്ടിയോ, പിള്ളേരെ കിട്ടിയോ, ഇതൊന്നും അവിടെ വിഷയമല്ല. നമ്മൾ തനിക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടോ എന്നതാണ് വിഷയം. സ്വതന്ത്രം. ആ കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പല്ല. മിക്കവാറും ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ ആൾക്കാർ ഇടിച്ച് കയറുന്നെന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം ഇനിയിപ്പോൾ ഈ അടുത്ത മാസം ഉപവാസം വെച്ച ആൾക്കാർ കയറും. കാര്യം പിള്ളേരുടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടണം, അവന്മാർക്ക് യൂണിഫോം വാങ്ങിക്കണം, ബാഗ് വാങ്ങിക്കണം, കൊട വാങ്ങിക്കണം, 100 വിഷയമാണ്. അതിനു വേണ്ടി ചില ന്യൂജൻ ടീമുകൾ വേറെ പ്രത്യേക പരിപാടികൾ വെച്ചിട്ടുണ്ട്. സ്കൂൾ ഓപ്പണിംഗ് ബ്ലെസ്സിംഗ് പ്രയർ. ആൾക്ക് 100 വെച്ചാൽ സംഭവം അങ്ങ് മാറി. അതിനു വേണ്ടി കുറെ തെക്കും വടക്കും അറിഞ്ഞുവിടാത്ത വിശ്വാസികളും ഉണ്ട്. അവരതിന്റെ പുറകെ നടക്കും. സ്തോത്രം. അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ ഒരു റീസൺ എത്തിയാൽ ആൾക്കാർ പ്രാർത്ഥിക്കാൻ തയ്യാറാവും. അങ്ങനല്ല. നമുക്കങ്ങനെ ഒരു റീസൺ ഒന്നുമില്ല, ഒരു കാലമൊന്നുമില്ല. എല്ലാ കാലത്തും നമുക്ക് കർത്താവിനായി കാത്തിരിക്കേണ്ടി വരും. കാരണം നമ്മൾ ഇവിടത്തേക്കുള്ളവരല്ല, നമ്മൾ അക്കരയ്ക്ക് പോകാനുള്ളവർ. നമുക്ക് മഴ ഒരു പ്രശ്നമല്ല, നമുക്ക് വെയിലൊരു പ്രശ്നമല്ല, നമുക്ക് ചൂടൊരു പ്രശ്നമല്ല, നമുക്ക് രോഗം ഒരു പ്രശ്നമല്ല, നമുക്ക് ദുരിതം ഒരു പ്രശ്നമല്ല, നമുക്ക് സന്തോഷം ഒരു പ്രശ്നമല്ല. ഓൾവേസ് നമ്മൾ കർത്താവിനായി കാത്തിരിക്കുകയാണ്. അല്ലേ? യേശുക്രിസ്തു തന്നെ പറയുകയാണ്, നിങ്ങൾ മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 21:34 തോന്നുന്നു, അല്ലേ? അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്. ഇപ്പൊ നമ്മൾ ഈ ഭാരത്തിലാണ്. കിട്ടിയ വാക്യം? നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും. കണ്ടോ? നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ള ഭക്ഷണം പോരാ, കുറച്ചുകൂടെ കൂടുതൽ വേണം. ഇതിപ്പോ തിന്നിപ്പോ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതായി. ഇപ്പൊ എല്ലാവരും ഗുളികയാണ് കഴിക്കുന്നത്, അല്ലേ? ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല. കപ്പ കഴിക്കാന്ന് വിചാരിച്ചാൽ അത് കഴിക്കാൻ പറ്റത്തില്ല, ചോറ് കഴിക്കാന്ന് വിചാരിച്ചാൽ അത് കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, അല്ലേ? ആഗ്രഹം അതിഭക്ഷണമാണ്. അതിഭക്ഷണത്താലും മദ്യപാനം എൻജോയ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സന്തോഷമാണ് ഈ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഈ റമ്മ് വാങ്ങിച്ച് കുടിക്കുന്നതല്ല ഈ ഉദ്ദേശിക്കുന്നത്. മനസ്സിലുണ്ടോ? സന്തോഷം. ഉപജീവന ചിന്ത നാളത്തേക്കുള്ളതൊന്നും അല്ല, 10 കൊല്ലത്തിന് ശേഷമുള്ള ചിന്തയെ കുറിച്ചാണ് നമ്മൾ ഈ ടെൻഷൻ പിടിക്കുന്നത്. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാനും ഒരു സഹോദരനും കൂടെ കുറച്ച് നേരത്തെ സംസാരിച്ചതേ ഉള്ളൂ, അല്ലേ? AI ടെക്നോളജി ഡെവലപ്പ് ചെയ്താൽ കുഞ്ഞുങ്ങളുടെ ജോലി സാധ്യത പോകാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ വ്യാകുലപ്പെടുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എപ്പോഴാണ്? 10 കൊല്ലം എടുക്കും, അല്ലേ? അപ്പൊ നമ്മൾ സംസാരിക്കുകയാണ്, പാസ്റ്റർ പ്രസംഗത്തിന് പ്രശ്നം വരുമോ? ഞാൻ പിന്നെ പ്രശ്നം വന്നാലും വേണ്ടതല്ല, കാരണം ഞാൻ ഇനി 10 കൊല്ലം കൂടെ ഉള്ളൂ. ഇനി AI വന്നാലും നമുക്ക് കുഴപ്പമൊന്നും, അല്ലേ? ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഉപജീവന ചിന്ത, അല്ലേ? AI വല്ലതും വന്നാൽ എന്ത് ചെയ്യും? ഇതെല്ലാം വരും കേട്ടോ. ഇതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. സംഭവമൊക്കെ കളിമാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, അല്ലേ? ജോലി സാധ്യതകളൊക്കെ കുറയും എന്നും വെച്ചിട്ട് ചത്തൊന്നും പോകത്തില്ല കേട്ടോ. ഇഷ്ടം പോലെ കഴിക്കാനൊക്കെ കിട്ടും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പേടിക്കേ വേണ്ട. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ നല്ല ഉഷാറായിട്ട് കയറി വരുമ്പോൾ നമ്മൾ അറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഒറ്റ മൗസിൽ നമ്മളെല്ലാവരെയും ഗവൺമെന്റിന് നിയന്ത്രിക്കാൻ പറ്റും. മനസ്സിലായോ? ഒറ്റ മൗസിൽ നമ്മളെല്ലാവരെയും നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കറിയാലോ, എൻ്റെ ആധാർ കാർഡ് മാത്രം അടിച്ചാൽ മതി, എൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഞാൻ ഏതൊക്കെ ആവശ്യത്തിന് ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്ന് വരെ അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട്. എൻ്റെ ആധാർ കാർഡ് മാത്രം അടിച്ചാൽ മതി. എനിക്ക് എന്തൊക്കെ വണ്ടിയുണ്ട്, ഞാൻ ഏതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് എവിടെയൊക്കെ സ്ഥലമുണ്ട്, എവിടെയൊക്കെ വീടുണ്ട്, എൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻ എന്താണ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസിന് ഒറ്റ നമ്പർ മതി. ഇപ്പം നിങ്ങൾ പോലീസിനോട് വിളിച്ച് ചോദിച്ചാൽ ഞാൻ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ക്ലിയർ, ഞാൻ ഈ ഷെഡിൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞു തരും അവർ. മനസ്സിലാട്ടോ? ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും.
പക്ഷെ മൊബൈൽ ഞാൻ വണ്ടിക്കകത്തിട്ട് ഇവിടെ വന്നാൽ അവരവിടെ ഉണ്ടെന്നേ പറയത്തുള്ളൂ, ഞാൻ ഇവിടെ നിൽക്കുന്ന കാണത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത സാധനം വരാൻ പോകുന്നത്. ഒരു ചിപ്പ് നമ്മളെ ഘടിപ്പിക്കാൻ പോവുകയാണ്. നെറ്റിയും കൈയും കൊള്ളാമെന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. മൂപ്പർ അതിനെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിയിട്ട് കൈയും കൊള്ളാം നെറ്റിയും കൊള്ളാം എന്നാണ് പറയുന്നത്. 24 മണിക്കൂറും നമ്മളെ സാറ്റലൈറ്റിൽ കണക്ട് ചെയ്തിടാനാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാണ്ടോ? അത് എത്രയും പെട്ടെന്ന് വരും കേട്ടോ. സാറ്റലൈറ്റിൽ കണക്ട് ചെയ്തിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴുള്ളൊരു പ്രശ്നം, നമ്മൾ ഫുൾ ടൈം ഇന്റർനെറ്റിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പോഴുള്ള അടുത്ത അവരുടെ ഒരു പ്രശ്നം നമ്മുടെ പ്രൈവസി പ്രശ്നമാണ്. നമ്മുടെ പ്രൈവസി എന്ന് പറഞ്ഞാൽ സ്വകാര്യത നമുക്കില്ലാതെ വരും. അത് വാസ്തവത്തിൽ ഇപ്പോഴും ഇല്ല. ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വകാര്യത ഇപ്പോഴും ഇല്ല. നമ്മളുടെ ഏത് ഡീറ്റെയിൽസ് പോലീസിന് എടുക്കണമെങ്കിലും കണ്ണടച്ചുറക്കം എടുക്കാം. ഞാൻ ഇത്രയും കൊല്ലം ആരൊക്കെയായിട്ട് ഫോണിൽ എന്തൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ എല്ലാം പോലീസിന് എടുക്കണമെങ്കിൽ വിതിൻ 10 മിനിറ്റ്സ് അവർക്ക് എടുക്കാം. മനസ്സിലുണ്ടോ? 2 ക്ലിക്കിൽ സാധനം മുഴുവൻ അവരുടെ കമ്പ്യൂട്ടറിൽ നിറഞ്ഞു കിടക്കും. ഞാൻ ഡിലീറ്റ് ചെയ്തതെല്ലാം. ചിലർ ഞെട്ടിയിരിക്കുകയാണ്, ആവശ്യം വന്നാലേ എടുക്കുള്ളൂ. അല്ല, ചിലർ ഇങ്ങനെ ഒരു മുഖം കാണുമ്പോൾ അറിയാം ഒരു പ്രയാസം. അങ്ങനെ വിഷയം വന്നാൽ എടുക്കും. ആരും സംശയമൊന്നുമില്ല, ഒരു വിഷയം വന്നാൽ എടുക്കും. നമ്മളുണ്ടോ? നമ്മളുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും എടുക്കും, അല്ലേ? ആ ശാസ്ത്ര സാങ്കേതിക വിദ്യ അങ്ങനെ ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ടെൻഷൻ, ഇത് ഗുണകരമാണ്. ഇനി ഈ പറഞ്ഞ നമ്മളെല്ലാവരെയും ഈ ചിപ്പ് ഘടിപ്പിച്ച് സാറ്റലൈറ്റിൽ കണക്ട് ചെയ്ത് ഇത് രാജ്യങ്ങളുടെ എന്താ പറയാ ഭീകരവാദം തടസ്സം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു സെറ്റപ്പാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, പുതിയ ന്യൂസ്, ജർമ്മനിയിൽ നിന്നൊക്കെ ഇസ്ലാം പേരുള്ളവരെ തന്നെ രാജ്യം കടത്തുകയാണ്. ഇസ്ലാമിന്റെ പേരാണോ നാട് കടത്തുകയാണ് അവര്. അത് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് ഈ കാര്യം നടക്കുന്നത്. മിക്കവാറും രാജ്യങ്ങളിൽ നടന്നു വരികയാണ്. കാനഡ അത് ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയ അത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയും അതിന് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഇസ്ലാമിനെതിരെ, ഭീകരവാദ ഇസ്ലാമിനെതിരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഉണ്ട്. മനസ്സിലുണ്ടോ? അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് ഈ രാജ്യങ്ങൾ ഒറ്റ നയത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് ബുദ്ധിമുട്ട് വരുത്താൻ സാധ്യതയുള്ള ടെററിസ്റ്റുകളെ ഒതുക്കാനാണ് ഈ സാധനം വരുന്നത്. ഈ സാധനം കറക്റ്റായിട്ട് ആക്റ്റീവ് ആകുന്നതിന് ഒരു 3.5 കൊല്ലം മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടതായി വരും, അല്ലെ? അതിനു മുമ്പ് ചിപ്പ് വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ വന്നേക്കാം. 666 എന്ന് പറയുന്നത് അന്ന് ലോകം ഭരിക്കാൻ വരുന്ന, ഫുൾ കൺട്രോൾ വരുന്ന ഒരു നേതാവിൻ്റെതാണ് 666 എന്ന് പറയുന്നത്. 666 വരുന്നതിന് 3 കൊല്ലം മുമ്പ് നമ്മൾ 3.5 കൊല്ലം മുമ്പ് നമ്മൾ പോകുന്നതാണ് ഞാൻ പറഞ്ഞത്. ചിപ്പ് ചിലപ്പോൾ അതിന് മുമ്പ് വന്നേക്കാം. ചിപ്പിനെ കുറിച്ച് വേറെ ആരും പേടിക്കൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇനി അത് വരുമ്പോൾ നിങ്ങൾ ആരും എടുക്കാതിരിക്കേണ്ട. കൊറോണയുടെ വാക്സിൻ വന്നപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു ഇതെടുത്താൽ നരകത്തിപ്പോവും. അങ്ങനെയൊന്നും പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ റേഷൻ ഇരുന്നാലും നരകത്തിപ്പോവും. സഹോദരം, ചുമ്മാ ആൾക്കാർ വല്ലതൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കരുത്. നിങ്ങളിവിടെ കർത്താവിന്റെ വരവിന് മുമ്പ് നിങ്ങളിവിടെ ഉണ്ട്, ചിപ്പ് വരുന്നെങ്കിൽ ചിപ്പ് ഫിറ്റ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. 666 വരുന്നത് കർത്താവിന്റെ വരവ് കഴിഞ്ഞ് 3.5 കൊല്ലം കഴിഞ്ഞേ വരുള്ളൂ. അന്നും നിങ്ങൾ ഇവിടെ കിടക്കുകയാണെങ്കിൽ എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. അന്നിവിടെ കിടക്കുന്നെങ്കിൽ കൈപിടി വിട്ടെന്നാണ് എൻ്റെ അർത്ഥം, കൈവിടപ്പെട്ടു എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് കർത്താവിന്റെ കാഹളം ധ്വനിക്കും. തനിക്കായി കാത്തിരിക്കുന്ന നിർമ്മല കന്യക കാഹളം കേൾക്കും. അവർ അക്കരെ നാട്ടിലേക്ക് പോകും. ബാക്കിയെല്ലാം ഇവിടെ കിടക്കും. അതാ ഞാൻ പറഞ്ഞ, ഒരു കയ്പും വച്ചും കൊണ്ടിരുന്നത് കൊണ്ട് ഇവിടെ കിടന്നു പോയാൽ എന്തൊരു നഷ്ടവും നിങ്ങൾ ആലോചിച്ചു നോക്കും. ഈ കയ്പ് കൊണ്ട് നമുക്ക് നയാ പൈസയുടെ ഗുണവും ഇല്ല. എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളവരുണ്ട്, എനിക്ക് അവരുടെ അടുത്തൊന്നും ഒരു കയ്പും ഇല്ല, അല്ലെ? ഞാൻ ഇതിനുണ്ട് ഇവരുടെ അടുത്ത് കയ്പ് ഞാൻ മറ്റൊരിടത്തിന് എനിക്കെന്തോ കാര്യം? ഞാൻ അവരുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചു, അല്ലേ? ഒരു റൗണ്ട് സംസാരിച്ചതിന് ശേഷം പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, വേണ്ട, അല്ലേ? എന്നെ ഒരിക്കൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ ചേട്ടൻ്റെ യൂട്യൂബ് വീഡിയോസിൽ കയറി ഞാൻ എന്താ പറയുക ഇച്ചിരി മോശമായിട്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, ദയവായി ക്ഷമിക്കണം. ഞാൻ മൊത്തം തപ്പി നോക്കി, എവിടെയാണെന്ന് ഒന്നും കണ്ടില്ല. 10,000 വീഡിയോ കിടക്കുന്നത്, ഞാൻ എവിടെ തപ്പാൻ, എവിടെയാണ് ഇട്ടതെന്ന്. എന്നാൽ നേരിട്ട് എനിക്ക് വാട്സാപ്പിൽ ഇട്ട് തന്നാൽ പോരെ, 4 ചീത്ത പറയണമെങ്കിൽ. ഞാൻ പറഞ്ഞ മനസ്സിലുണ്ട്, ഇത് എനിക്കൊരു കയ്പുമില്ല. ഈ കയ്പ് വെച്ചോണ്ട് ഞാനെന്തിന് നടക്കണം? ആർക്കെങ്കിലും എന്നോട് വെറുപ്പുണ്ടെന്ന് വെച്ചിട്ട് ഞാനെന്തിന് മറ്റുള്ളവരോട് വെറുപ്പ് വെച്ചോണ്ട് നടക്കണം? ഞാൻ പിന്നെ സഭകളുടെ വിഷയങ്ങൾ യൂട്യൂബിൽ സംസാരിക്കുന്നത് ദുരുപദേശത്തെ ദുരുപദേശമായി സംസാരിച്ചേ പറ്റൂ. എൻ്റെ ഡ്യൂട്ടിയാണ്. കർത്താവ് എന്നെ ഏൽപ്പിച്ച പണിയാണ്. അതെനിക്ക് ചെയ്യാതെ അതിനൊരാൾക്ക് വേദനിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനത് വചനമാണ് പറയുന്നത്. സഭ എനിക്കൊരു വിഷയമേ അല്ല, അല്ലെ? നാളെ നിങ്ങൾ ഏലിയും ചർച്ച് ദുരുപദേശം പറഞ്ഞു, സുൽ പാസ് ദുരുപദേശം പറഞ്ഞു, എനിക്ക് റിപ്പോർട്ട് ഇട്ട് ഞാൻ പിടിയിടും. അത് വേറെ. സുൽ പാസ്പോർട്ട് പിണക്കമുള്ളതുകൊണ്ടാണ്? അല്ല.
ദുരുപദേശം കണ്ടാൽ നമ്മൾ ഇടണം. കാരണം അത് ജനം പെട്ടുപോകാതിരിക്കേണ്ടതിന് ആ സാധനം അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. സ്വതന്ത്രം. ചിലരൊക്കെ പറഞ്ഞത് ഞാൻ ഇന്ത്യൻ ചർച്ചിനെതിരാണ്, ഇസ്ലാമിനെതിരെ ഞാൻ സംസാരിച്ചു, അല്ലേ? ഒരുപാട് ടീമുകൾക്കെതിരെ ഞാൻ സംസാരിക്കുന്നതിന് കാരണം ആ വിഷയത്തോട് ബന്ധപ്പെട്ട് വരുമ്പോൾ വചനത്തിൽ തെറ്റായതുകൊണ്ട് ഇതാണ് ശരി എന്ന് ഞാൻ പറയാറുണ്ട്. അവരുടേതാണ് ശരി എന്നുള്ളത് അവർ തിരിച്ചു പറയട്ടെ. അങ്ങനെ ആരും പറയുന്നില്ല. പറയാൻ വേണ്ടി വന്നിട്ടുള്ള വിദ്വാൻമാരുണ്ട്. അതൊന്നും തറ പിടിക്കാതെ പോയത് കൊണ്ട് അങ്ങ് പോയിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ ദൈവം നമ്മളെ ഏൽപ്പിച്ച പണിയാണിത്. അല്ലാതെ വെറുതെ കൺവെൻഷൻ പ്രസംഗിച്ച് ജീവിച്ചു കൊള്ളുക എന്നും പറഞ്ഞു വിട്ടതല്ല. എന്നെ കർത്താവ് ഏൽപ്പിച്ചത് ഞാൻ കൃത്യമായി ചെയ്യുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊന്നും എൻ്റെ വിഷയമല്ല. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചീത്ത വിളിക്കുക, അത് പറയുക, ഇത് പറയുക, അതൊന്നും ഐ ഡോണ്ട് കെയർ. എനിക്കത് വിഷയമല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ? നമ്മൾ കർത്താവിനായി കാത്തിരിക്കുന്നെങ്കിൽ മറ്റാരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല. വചനപ്രകാരം നിൽക്കാനൊരു ധൈര്യം നമുക്കുണ്ടാവണം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? വചനപ്രകാരം നിൽക്കാനൊരു ധൈര്യം നമുക്കുണ്ടാവണം. ആർക്ക് പ്രയാസം തോന്നും അത് നമ്മുടെ വിഷയമേ അല്ല. കർത്താവിന് പ്രയാസം വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തൽ മാത്രമാകണം നമ്മുടെ വിഷയം. സ്തോത്രം. എൻ്റെ കർത്താവിന് ഞാൻ കാരണം ഒരു പ്രയാസം വരരുത്. എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ച പണി ഞാൻ എൻ്റെ മുഖം സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയാതിരിക്കരുത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. സ്തോത്രം. അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ ചെയ്തേ മതിയാകത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ഞാൻ വളരെ വേഗം കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതിൽക്കലെത്തി നിൽക്കുകയാണ്. ശാസ്ത്രലോകം വളരെ സ്ട്രോങ് ആയി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുക, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് കെണി പോലെ കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ ടെൻഷൻ പിടിച്ചിങ്ങനെ ജീവിക്കും, അല്ലേ? പിന്നെ അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനയായിരിക്കും. റൈറ്റ്? അങ്ങനെ നടക്കരുത് നമ്മൾ. അത് നമ്മുടെ ഉത്തരവാദിത്വമല്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചത് അക്കരെ നാട്ടിൽ ചെന്നെത്തുക എന്നുള്ളതാണ്. പാപം ഒഴിഞ്ഞ് ജീവിക്കാനാണ് ടെൻഷൻ പിടിക്കാൻ, അതിനു വേണ്ടിയാണ് ഉറക്കളയ്ക്കാൻ. അല്ലാതെ IELTS വേണ്ടി നിങ്ങൾ ഉറക്കളയ്ക്കൊന്നും വേണ്ട. IELTS നിങ്ങൾ ചുമ്മാ പഠിച്ചാൽ മതി. കർത്താവിന് താല്പര്യം ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ കൊണ്ടെത്തിക്കും. സ്വതന്ത്രം. അത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ പഠിക്കാനെടുക്കുന്ന കോഴ്സ് അത് കർത്താവിന് താല്പര്യം ഉണ്ടെങ്കിൽ കർത്താവ് തരും, നിങ്ങൾ അവിടെ കൊണ്ടെത്തിക്കും. ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ബേജാറാവണ്ട. അക്കരെ ചെന്നെത്താൻ വേണ്ടി നിങ്ങൾ ബേജാറാവണം, കരയണം, ഉറക്കളയ്ക്കണം. സ്വതന്ത്രം. അതാ അവിടെ പറയുന്നത്, നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. വായിക്കപ്പെടുന്നു, വായിച്ചോ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. കണ്ട, അപ്പൊ മേൽപ്പുറത്തിന് വരുവേ. സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരും. ഉണ്ടോ? അപ്പൊ പിന്നെ വേറെ നമുക്ക് ചാടി ഓടാനൊന്നും പറ്റത്തില്ല. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും. ഒഴിയണ്ടേ? ഈ സംഭവിക്കാനുള്ള ഒന്നും വിട്ട് ചാടാനൊന്നും പറ്റുന്നില്ല. ഇതെല്ലാം വിട്ട് ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രന്റെ മുൻപിൽ, കർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടതിന് നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന്, നിങ്ങൾക്ക് ശേഷി ഉണ്ടാകേണ്ടതിന് സദാകാലം. കണ്ടോ? ഓൾവേസ്. ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഓൾവേസ്. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. കണ്ടോ? കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാൻ കരുതലോടെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. അങ്ങനെ കുറുപ്രാവിനെ പോലെ പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവമക്കളെ ചേർക്കാനാണ് കർത്താവ് വേഗത്തിൽ വരാൻ പോകുന്നത്. അവരുടെ ഹൃദയത്തിലെ എപ്പോഴുമുള്ള ആഗ്രഹം ആ നാട്ടിൽ ചെന്നെത്താൻ വേണ്ടിയാണ്. എപ്പോഴും അവരല്ലേ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന പിള്ളേര് എപ്പോഴും ഫോണിൽ തപ്പിക്കൊണ്ടിരിക്കും. എന്തിനാണ്? അവരിങ്ങനെ മെസ്സേജ് വരുന്നുണ്ടോ, മിസ് കോൾ വരുന്നുണ്ടോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്താണ് കാര്യം? പെട്ടെന്ന് കല്യാണ ദിവസം എത്താൻ വേണ്ടിയിട്ടുള്ള വെപ്രാളമാണ്, അല്ലേ? ചില അവിടെ ഇരുന്ന് തലയാട്ടും, നീ പറഞ്ഞ സത്യമാണെന്ന്, അല്ലേ? ഈ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? അന്ന് മെസ്സേജ് ഇട്ട് അവൾ തിരിഞ്ഞു നോക്കത്തില്ല, വിളിച്ചാൽ എടുക്കത്തുമില്ല, അല്ലേ? ഞാൻ വിളിച്ചാൽ എടുക്കുന്ന അവളുടെ അപ്പനാണ്. സോദരം, 22 കൊല്ലത്തിന് പിറകിലത്തെ കാര്യമാണ് പറയുന്നത്. വീട്ടിൽ ഇരുന്ന് അവൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എനിക്ക് വീട്ടിൽ പോകേണ്ടതാണ്. ഞാൻ തിരിച്ചു വരാം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അത് തെറ്റല്ല. പിള്ളേരിരുന്ന് ഫോണിൽ മാന്തുന്നത് തെറ്റല്ല. എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ. ഇല്ലാതെ കിടന്ന് ചുമ്മാ മാന്തുന്നത് തെറ്റാണ്. അത് പരുവക്കേടാണ്. എൻഗേജ്മെന്റ് ആയെങ്കിൽ അത് മാന്തി നോക്കുന്നതിന് തെറ്റൊന്നുമില്ല, അല്ലേ? എവിടെ ഇരിക്കുന്നതെന്ന് വിളിച്ച് ചോദിക്കുന്നതും നേരം വെളുക്കുന്നത് വരെ സംസാരിക്കുന്നതും ഒന്നും നമുക്ക് പാപമായിട്ട് പരിഗണിക്കേണ്ടതില്ല. കർത്താവുമായിട്ട് നമ്മൾ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടണം.
എപ്പോഴും ആ പ്രാണപ്രിയനെ കുറിച്ച് ചിന്തിക്കാനും അവിടെ ചെന്നെത്താനുമുള്ള ആവേശം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യർക്ക് എഴുതിയ കൊലോസ്യർക്ക് എഴുതിയ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് 12-ലേക്ക് വരാം. പെട്ടെന്ന് ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. കണ്ടോ, അപ്പൊ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിച്ചു. രണ്ടാമത് നമുക്ക് വേണ്ടി വരാൻ പോകുന്നു എന്നും നമ്മൾ വായിച്ചു. ഇപ്പൊ പറയാണ് നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നു എങ്കിൽ, കർത്താവിന്റെ മക്കളായി മാറിയിട്ടുണ്ട് എങ്കിൽ, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കും. ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ. നമ്മൾ അങ്ങനെ തന്നെയാണ് അന്വേഷിക്കുന്നത്. വിമാനത്തിലുള്ളതല്ല, സ്വർഗത്തിലുള്ളത് അന്വേഷിക്കാൻ. ഭൂമിയിലുള്ളതല്ല. ക്ലിയർ ആയിട്ട് പറയാം, ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കണ്ടോ, നമുക്ക് ചിന്തിക്കാൻ പറ്റിയത് ഉയരത്തിലുള്ളതാണ്. പിന്നെ താഴോട്ട് ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നത്, ഞാൻ അതിലൊന്നും തൊടുന്നില്ല. 12-ാം വാക്യം വായിക്ക്. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി. കണ്ട, 3 വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. 1 വ്രതന്മാർ, 2 വിശുദ്ധന്മാർ, 3 പ്രിയരുമായി. കണ്ട, ഈ 3 പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളൊരു തുണിക്കടയിൽ തുണി മേടിക്കാൻ ചെന്നാൽ അവരിങ്ങനെ ഒരുപാട് തുണി വാരിയിട്ട് തരും. നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് വേണ്ടി എടുക്കും, അല്ലേ? അതിനാണ് വ്രതൻ എന്ന് പറയുന്നത്. തെരഞ്ഞെടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മളെ കർത്താവ് തനിക്ക് വേണ്ടി എടുക്കുമ്പോഴാണ് വ്രതൻ എന്ന അർത്ഥം വരുന്നത്, അല്ലേ? പിടിയിട്ടല്ലോ. 2, അതുപോലെ എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല നമുക്ക്. ആ വസ്ത്രം നമ്മൾ നേരെ കൊണ്ട് കൗണ്ടറിൽ കൊടുക്കുന്നു, അവർ നമുക്ക് ബില്ല് തരുന്നു, നമ്മൾ കാശ് കൊടുക്കുന്നു. കാശ് കൊടുക്കുമ്പോൾ അവർ കവറിലിട്ട് നമ്മുടേതായിട്ട് തരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് ആ തുണിക്കടയിലെ മൊത്തം തുണിയിൽ നിന്ന് ഒരെണ്ണം നമ്മൾ തെരഞ്ഞെടുത്തു, അവിടെ നമ്മൾ വില കൊടുത്തപ്പോൾ അത് എന്റേതാക്കി മാറ്റി. അതാണ് വിശുദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം. മനസ്സിലായിട്ടോ? 3 പ്രിയൻ എന്ന വാക്കിന്റെ അർത്ഥം, നമ്മൾ വീട്ടിൽ ഈ തുണി കൊണ്ടുപോയിട്ട് എല്ലാ തുണിയും നമ്മൾ ധരിക്കാറില്ല. കാരണം ചിലത് ഇടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല വീട്ടിൽ ചെന്നിട്ട്, അല്ലേ? അങ്ങനെ നമ്മൾ അലമാരയിൽ കൂട്ടിയിട്ടിരിക്കും, അത് അവിടെ കിടക്കും. ചിലരത് അത് പിന്നെ എടുത്ത് കളയത്തേ ഇല്ല, അവിടെ തന്നെ വെച്ചിരിക്കും. 7 കൊല്ലമായാലും പറയും ഇത് പണ്ട് വാങ്ങിച്ചാണ്, ഒരിക്കൽ പോലും ഇട്ടിട്ടില്ല. അതെടുത്ത് ആർക്കെങ്കിലും കൊടുത്ത് അവരിടുന്നത് കാണാനുള്ളൊരു മാനസിക അവസ്ഥ നമുക്കായില്ല, അല്ലേ? ഇപ്പം എൻ്റെ ഒരു സ്നേഹിതൻ ഇപ്പോൾ വീട് മാറുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, ഭാര്യയോടൊന്ന് പറയണം. എന്ത് പറയണം? ആവശ്യമുള്ളത് മാത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മതി എന്ന് ഞാൻ പറയണമെന്ന്, അല്ലേ? പുള്ളിക്കാരി അവിടെ എല്ലാ ഭാര്യ കെട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറയാണ്, ഇപ്പോൾ പോകുന്ന പുതിയ വീട്ടിൽ അലമാരയൊക്കെ ഉണ്ട്, പക്ഷേ ഇതെല്ലാം കൂടെ വാരിക്കൊണ്ട് അവിടെ ഇടണ്ട എന്നൊന്ന് പറയണം. വാസ്തവത്തിൽ സഹോദരിമാരുടെ അടുത്ത് അത് പറഞ്ഞാൽ ഏക്കാത്ത കാര്യമാണ്. സഹോദരിമാർ പൊതുവിലുള്ള 2 കംപ്ലൈന്റ് ആണ് ഭർത്താക്കന്മാരുടെ അടുത്ത് അവർ പറയുന്നത്, അല്ലേ? 1, വസ്ത്രം വളരെ കുറവാണ്. 2, വെക്കാനൊട്ട് സ്ഥലവുമില്ല, അല്ലേ? ഈ 2 കംപ്ലൈന്റ് പണ്ട് ആദമിന്റെ കാലം തൊട്ടേ ഉള്ള കംപ്ലൈന്റ് ആണ്. അതുകൊണ്ട് ഇത് മാറ്റാനൊന്നും നമ്മൾ ഇനിയിപ്പോൾ നടക്കുന്ന കാര്യമൊന്നും അല്ല, അല്ലേ? ഓരോ വസ്ത്രം എടുത്തു വെച്ചിട്ട് അവർ വർഷത്തിന്റെ പഴക്കം പറയും. ഇതിൽ ഒരിച്ചിരി തുന്നൽ ഇളകിയെന്നേ ഉള്ളൂ, ഇത് തച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്, തയ്ക്കത്തേ ഇല്ല, അതവിടെ കൂട്ടിയിട്ടിരിക്കും. അതുകൊണ്ട് അതിനൊരു പ്രശ്നത്തിന് പോകാതിരിക്കുന്നതാണ് മാന്യമായ കുടുംബജീവിതത്തിന് നല്ലത്, അല്ലേ? അങ്കിളന്മാരൊക്കെ ചിരിക്കാൻ പറഞ്ഞാണ് ന്യായമെന്ന്. അതാണ് ന്യായം. അതിൻ്റെ അപ്പുറത്ത് പിന്നെ ചിലർ കയറി ഇത് എണ്ണി നോക്കാനൊക്കെ പോകാറുണ്ട്. എന്തിനാണ് വെറുതെ കലാപങ്ങൾ ഉണ്ടാക്കാൻ? എണ്ണിയ ഒരിക്കലും എത്തില്ല. നമ്മൾ എണ്ണുമ്പം പറയും, ഇതിന്റെ ഷോളില്ല, ഇതിന്റെ കാലില്ല, ഇതിന്റെ തയ്യൽ വിട്ടു. ചുമ്മാ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? സ്വതന്ത്രം. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പ്രിയരെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട വസ്ത്രമുണ്ട്, അത് നമ്മൾ എവിടെ പോയാലും ഇടും. സന്ദർഭങ്ങളെ ചില വസ്ത്രം നമുക്ക് ഭയങ്കര കംഫർട്ടാണ്, അത് ധരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്. അത് നമ്മൾ എല്ലാ കൺവെൻഷന് പോകുമ്പോഴും ഇട്ടോണ്ടു, കല്യാണത്തിന് പോകുമ്പോഴും ഇട്ടോണ്ടു, എല്ലായിടത്തും പോകുമ്പോഴും ഇട്ടോണ്ടു. ശ്രദ്ധിച്ചോ? അപ്പോ എന്താ ആദ്യത്തെ വാക്ക് എന്തുവാ? വ്രതൻ. വ്രതൻ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കിയത്. പ്രിയൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെട്ടത്. നമ്മൾ കർത്താവിൻ്റെ എന്താണ്? വ്രതനെങ്കിലും ആയോ? വ്രതൻ സ്വന്തമായി വരുമ്പോൾ വിശുദ്ധൻ, അങ്ങ് വേണ്ടപ്പെട്ടതായി മാറുമ്പോൾ പ്രിയൻ. നമ്മളെ കർത്താവിന്, നമ്മുടെ സാമീപ്യം കർത്താവിന് ഇഷ്ടമാണോ ഇല്ലേ? ചിലരുടെ ഫോണിലേക്ക് ബെല്ല് വരുമ്പോൾ നമ്മൾ അവരുടെ മുഖത്ത് നോക്കിയാൽ മതി, ആര് വിളിച്ച ആളിനോടുള്ള അയാളുടെ മനോഭാവം അറിയാൻ പറ്റും. ചിലപ്പം അതൊക്കെ എങ്ങനെ ഞെക്കി വെക്കും, ചിലപ്പോൾ എടുത്തോണ്ട് ഓടും.
ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ വരുമ്പം നമ്മുടെ മുഖഭാവം കാണുമ്പോൾ പറയാം ഇപ്പം വിളിച്ചിരിക്കുന്നു, ഞെക്കി വെക്കും. നമ്മൾ കർത്താവിനെ വിളിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ടുമേലിരിക്കുമ്പം കർത്താവ് ഇങ്ങനെ ഞെക്കി വെക്കാനാണോ സാധ്യത, എഴിച്ച് ഓടാനാണോ സാധ്യത? ഞാൻ പറഞ്ഞ പിടിയിട്ട് നമ്മൾ പ്രിയരാവണം, കർത്താവിന് പ്രിയരാവണം. മേൽപ്പുറത്ത് പ്രിയരായവരെയാണ് എൻ്റെ കർത്താവ് നോക്കുന്നത്. 10 പ്രിയരായവരുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. അവിടെയാണ് അബ്രഹാം കർത്താവിനോട് ചോദിക്കുന്നത്, ഒരു 50 പേരുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യോ കർത്താവ്? കർത്താവ് പിന്നെ അല്ല, ഒരു 5 കുറച്ചിട്ട് ലാസ്റ്റ് ഒരു 5 പേരുണ്ടെങ്കിൽ കർത്താവിന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന് രാത്രിയിൽ പ്രിയരായവർ, കർത്താവിൻ്റെ കാഹളം കേട്ടാൽ പറക്കാൻ പാകത്തിന് പ്രിയരായവർ മേൽപ്പുറത്തുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് വേണ്ടിയാണ് കർത്താവ് ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കുവാൻ പോകുന്നത്. അവരുടെ ക്വാളിറ്റി കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. താഴോട്ട് വായിക്ക്. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്. ആദ്യം ചുരത്തേണ്ടത് മനസ്സലിവ്, ദയ. അപ്പൊ പോകാൻ താല്പര്യമുള്ളവർ എവിടെ? വീട്ടിൽ പോകാനല്ല, സ്വർഗത്തിൽ പോകാൻ സാധ്യതയുള്ളവർക്ക് വർക്കാവുന്ന ആദ്യത്തെ സാധനം. ഇവർ ചെറിയ പ്രശ്നങ്ങൾക്ക് പെമ്പിള്ളേർ ഉടനെ പോലീസിനെ വിളിക്കുകയാണ്. നാണമില്ലേ? സ്തോത്രം. അത്രയ്ക്ക് നമ്മൾ അതപ്പതിച്ചു പോയോ? ചുമ്മാ കുടുംബത്തിനൊരു കൊച്ചു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞ് അപ്പോഴും കണ്ണടച്ചവർക്ക് പോലീസിനെ വിളിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ നിങ്ങളെ കുറിച്ച് അറിയാൻ തോന്നുന്നു അല്ലേ? ആ നിലവാരം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കിയേ. സ്തോത്രം. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. ദൈവമക്കളാണെന്ന ബോധം നമുക്ക് വേണം. അവിടെ പറഞ്ഞോ, ഫസ്റ്റ് ക്വാളിറ്റി മനസ്സലിവ്. മനസ്സലിവുള്ളവർ ഹല്ലേലിയ പറയാനൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിൽ നിങ്ങളങ്ങ് മനസ്സലിഞ്ഞ് ഹല്ലേലിയ പറയും. എനിക്കറിയാം. സ്വതന്ത്രം. 2 ദയ. ദയ. എത്ര വലിയ ക്വാളിറ്റിയെ നോക്കിയേ. അങ്ങോട്ട് പറക്കാനുള്ളവർക്ക് വേണ്ട ക്വാളിറ്റിയാണ്. ഈ ഇന്ധനങ്ങളൊന്നും ഇല്ലെങ്കിൽ പറക്കൂല. ഡീസൽ വണ്ടിക്ക് ഡീസൽ തന്നെ വേണം. മനസ്സലിവിന് പകരം നമ്മൾ അടിച്ചിരിക്കുന്നത് കോപം, ദയക്ക് പകരം അടിച്ചിരിക്കുന്നത് ക്രോധം. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം പിടികിട്ടുന്നത് ഞാൻ പ്രത്യാശിക്കുകയാണ്. നമ്മുടെ കർത്താവ് തനിക്കായി കാത്തു നിൽക്കുന്നവർക്ക് വേണ്ടി വരാൻ പോവുകയാണ്. ആ വണ്ടിയിൽ ഉണ്ടായിരിക്കേണ്ട ഫ്യൂവൽ 1 മനസ്സലിവ്, 2 ദയ, താഴ്മ. താഴ്മ. താഴ്മയൊക്കെ നമുക്ക് ഇങ്ങനെ കുനിഞ്ഞ് കാണിക്കാം. സ്വതന്ത്രം. താഴ്മ. സൗമ്യത. സൗമ്യത. ഇത് വരുന്നതായിട്ട് പ്രസംഗിച്ച ഒരുപാട് സമയം എടുക്കും കേട്ടോ. ചർച്ചിൽ ദൈവാസം പ്രസംഗിക്കും. സ്വതന്ത്രം. ദീർഘക്ഷമ. ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറെ കഴിഞ്ഞിട്ട് പറയും നെല്ലിപ്പലക കണ്ടു, ഇനി സ്വഭാവം മാറും. അങ്ങനെ ആവരുത്. ചിലരിങ്ങനെ കുറെ നേരം പിടിച്ച് നിൽക്കും, എന്നിട്ട് പറയും എന്നിട്ട് ചീത്ത വിളിക്കും, എന്നിട്ട് പറയും ഞാൻ കുറെ നേരം കൊണ്ട് സഹിക്കുന്നു, ഇനി പറ്റില്ല. അതെന്ത് പരിപാടിയാണ്? അതെന്ത് ദൈവകൃപയാണ്? ചീത്ത വിളിക്കുന്നെങ്കിൽ ആദ്യം അങ്ങ് വിളിക്കണം. അവസാനം വരെ പിടിച്ചു നിന്ന് ഞരമ്പും പൊട്ടിയിട്ട് പിന്നെ വിളിക്കരുത്. ആദ്യം വിളിക്കുക, അങ്ങ് പോവുക. പ്രൈസ് ദി ലോർഡ്. ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കയും. അന്യോന്യം പൊറുക്കയും. വറുക്കാനല്ല, പൊറുക്കാൻ. ഇന്ന് രാത്രി ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോവാണ്. സ്തോത്രം. എനിക്ക് പറയാനേ പറ്റുള്ളൂ. ഇത് നിങ്ങൾ എടുക്കോ ഇല്ലേ ഐ ഡോണ്ട് നോ. പക്ഷെ ഇതിനകത്തൊരു ശുദ്ധീകരണം നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കർത്താവ് എന്നോടത് സംസാരിച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അന്യോന്യം പൊറുത്തും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ. എന്നെ ഇതാണ് ചിന്തിപ്പിച്ചത്. ദൈവസഭയ്ക്ക് ദൂത് പറയുമ്പോൾ വഴക്കുണ്ടായാൽ എന്ന് പറയേണ്ട കാര്യം എന്താ? ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. വിശുദ്ധന്മാർക്ക് കത്തെഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്, വഴക്കുണ്ടായാൽ ഉണ്ടാവും. കാരണം ചിലപ്പോ ചില സഹോദരന്മാരറിയാതെ ചെരുപ്പെടുക്കുമ്പോൾ മാറിപ്പോവും അല്ലേ? അപ്പൊ ഒരു വഴക്ക് പ്രതീക്ഷിക്കാം. ശരിയല്ലേ? മഴയത്ത് കൊട ചിലപ്പോൾ മാറിയെടുത്തോണ്ട് പോവും, ഒരു വഴക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അതാണ് പറയുന്നത്, ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. സിമ്പിളാണ് കാര്യം. തമ്മിൽ ക്ഷമിക്കാൻ
അങ്ങനെ ക്ഷമിക്കുന്നവരെ കാത്ത് നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരാൻ പോവാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ഒരു കാര്യം അറിയണം, ന്യായാസനത്തിന് മുമ്പ് ചെല്ലുമ്പോൾ ഭൂമി അടക്കം മാറ്റി നിർത്തിയിട്ടാണ് ന്യായവിധി. അവിടെ ചെന്ന് മേൽപ്പുറം നിങ്ങൾക്ക് പറയാനൊക്കത്തില്ല, അവിടെ ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെന്നൊന്നും പറയാനൊക്കത്തില്ല. ആ പേപ്പറൊന്നും അവിടെ എടുക്കില്ല. അതുകൊണ്ട് എല്ലാ മാലിന്യങ്ങളും ഇവിടെ കളയുക. ഇന്ന് രാത്രിയിൽ ശുദ്ധീകരണം പ്രാപിക്കണം. കർത്താവ് നമുക്ക് ഈ 3 ദിവസം കൺവെൻഷൻ തന്നെങ്കിൽ അത് നമ്മളെ രൂപാന്തരപ്പെടുത്തി പൊന്നുപോലെ ആക്കാൻ വേണ്ടിയാണ്. ദൈവ സാന്നിധ്യം കൊണ്ട് നമ്മളെ നിറയ്ക്കാൻ വേണ്ടിയാണ്. നമ്മളെ നിർമ്മലരായ ദൈവമക്കളാക്കി മാറ്റാൻ വേണ്ടിയാണ്. ആ ബോധം നമുക്ക് വേണം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തുള്ളത് ചിന്തിപ്പീൻ. ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഭൂമിയിലെ എല്ലാ ചിന്തകളും വലിച്ചെറിയാൻ കഴിയും. സ്തോത്രം. 3-ാം വാക്യം വായിച്ചോ, അവസാനിപ്പിക്കാം. നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഈ ബോധ്യം നമുക്ക് വേണം. നമ്മൾ മരിച്ചു. അപ്പൊ പിന്നെ നമ്മൾ ആരെങ്കിലും ചീത്ത വിളിച്ചാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ലേ, മരിച്ച ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്ന് പെട്ടിയിൽ കൊണ്ടുവച്ചിട്ട് എന്തെല്ലാം പൊക്കി പറയും. അയാൾ മിണ്ടാതെ കിടക്കുന്നുണ്ടോ? കാര്യം എന്താണ്? അയാൾ മരിച്ചു. എന്തെല്ലാം സാക്ഷ്യങ്ങളാ നമ്മൾ പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളത് പറയുമോ? ശരിയല്ലേ? ചില വീട്ടിലുള്ളവർക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ട്, നമ്മുടെ അച്ഛനെ കുറിച്ച് തന്നെയാണോ ഇത്രയൊക്കെ പറയുന്നതെന്ന്. ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ടായിരുന്നു. ചുമ്മാതാണ്. നമ്മളെ മരിച്ച സമയമാകുമ്പം കടമനിട്ട രാമകൃഷ്ണൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ചാക്കാല എന്നാണ് അതിൻ്റെ പേര്, അല്ലേ? അതിനകത്ത് മൂപ്പര് പറയുന്നുണ്ട്, ചാക്കാല ചൊല്ലുവാൻ വന്നവനെ കാപ്പിയും കാശും കൊടുത്തോടി എന്ന് ചോദിച്ചാണ് ആ പാട്ട് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അളിയൻ മരിച്ചുപോയി, അതിന്റെ ചാക്കാല പറയാൻ വന്നവർക്ക് വല്ലതും കൊടുത്തു വിട്ടോ? അടുത്ത് ചോദിക്കുകയാണ്, അയാൾ ജീവിച്ചിരുന്നപ്പം വെറും വൃത്തികെട്ടവനായിരുന്നു, പക്ഷേ വെളിയിൽ പറയണ്ട. നമ്മുടെ വഴി എല്ലും മുള്ളു വെച്ച് അടച്ചിട്ടുണ്ട്, വെളിയിൽ പറയണ്ട. അയാളുടെ പശുവിനെ അഴിച്ചു വിട്ട് നമ്മുടെ വാഴ തിന്നിട്ടുണ്ട്, അതൊന്നും പറയണ്ട. കൂട്ടത്തിന് ആൾക്കാർ നിന്ന് നല്ല കാര്യം പറയുമ്പോൾ നീ ചെന്ന് 4 നല്ല കാര്യം പറഞ്ഞേച്ചേ വരാവൂ. നമ്മൾ ഇതാണ് ചെയ്യുന്നത്. തട്ടിക്കിട്ടിക്കഴിഞ്ഞാൽ നമ്മളോട് വെച്ച് സാക്ഷി പറയുന്നത് എന്തെല്ലാം നല്ല കാര്യങ്ങളാണ്. അയാൾ വാസ്തവത്തിൽ അതുപോലെ ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെ സ്വർഗത്തിൽ പോകുമായിരുന്നു? ഞാൻ പറഞ്ഞ പിടിയിട്ട് നിങ്ങൾക്ക് എല്ലാം പിടിയിട്ടുന്നുണ്ട്. നിങ്ങൾ പിടികിട്ടാത്ത പോലെ ഇരിക്കുന്നതാണ്. ദൈവമക്കളെ, ഞാൻ മരിച്ചു. ഇനി ആരെന്നെ പൊക്കി പറഞ്ഞാലും എനിക്കൊന്നുമില്ല, ചീത്ത വിളിച്ചാലും എനിക്കൊന്നുമില്ല. ആ ഒരു മൈൻഡ് സെറ്റ് ആയോ നിങ്ങൾക്ക്? ആവണം. ഇന്ന് രാത്രിയിലാവണം. ആരോടെങ്കിലും കയ്പുണ്ടെങ്കിൽ ഇന്ന് ഫോൺ വിളിച്ച് പറയാൻ പറ്റുമെങ്കിൽ ഇന്ന് പറയണം. അല്ല, വാട്സപ്പിൽ ഒരു മെസ്സേജ് ആയിട്ട് ഇടാൻ പറ്റുമെങ്കിൽ ഡു ദാറ്റ്. അയാൾ തിരിച്ച് തെറി വിളിക്കുന്നെങ്കിൽ ഒരു പ്രശ്നമില്ല, യു ഡു ദാറ്റ്. ചിലപ്പോൾ ആ ഒരു മെസ്സേജിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന അനുഭവങ്ങൾക്ക് ഒരു വ്യത്യാസം വരുത്താൻ ആ ഒരു മെസ്സേജിന് ചിലപ്പോൾ കഴിഞ്ഞു നിൽക്കും. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ തയ്യാറാകാം. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. വായിക്കേ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. മാന്യദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ കാഹളം ധ്വനിക്കുവാൻ സമയമെടുത്തിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, വീണ്ടും പ്രത്യക്ഷനാകും. അർപ്പിക്കപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു, പ്രത്യക്ഷനാകാൻ പോവുകയാണ്. എല്ലാവരെയും വാരി പിടിച്ചുകൊണ്ട് പോകാനല്ല, തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ കൊണ്ടുപോകാൻ വേണ്ടി, പ്രിയരായവരെ കൊണ്ടുപോകാൻ വേണ്ടി. പ്രിയരാകാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടാം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ കൃപ എൻ്റെ മീതെ പകരണമെന്ന് പറയാം. കർത്താവ് തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്ന് വചനം പറയുമ്പോൾ തേജസ്സിൽ കർത്താവിനെ സ്വീകരിപ്പാൻ നമുക്ക് തയ്യാറാകാം.